ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്ന് CA ഫൗണ്ടേഷൻ്റെ ബിസിനസ് ലോൻ്റെ മോക്ക് ടെസ്റ്റ് പേപ്പർ 3യുടെ ഡിസ്കഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മോക്ക് ടെസ്റ്റ് പേപ്പർ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. റിവിഷൻ സീരീസുകൾ നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് മുന്നേ നമുക്ക് കണ്ടുപരിചയമുള്ളതല്ല. യൂഷ്വലി നമുക്ക് മോക്ക് ടെസ്റ്റ് പേപ്പർ 2 ഉണ്ടാവാറുള്ളൂ, 1 and 2 മാത്രമേ ഉണ്ടാവാറുള്ളൂ. പുതിയ സിലബസിൽ ആദ്യത്തെ എക്സാം ആയതുകൊണ്ടാവാം മോക്ക് ടെസ്റ്റ് പേപ്പർ 3 കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റുഡൻസിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സെഷൻ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച സമയത്ത് അത് നിങ്ങളുടെ എക്സാമിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവും എന്നുള്ളൊരു ഫീലിംഗിന്റെ പുറത്താണ് നമ്മൾ ഈ ഒരു ടൈമിലേക്ക് ഈ സെഷൻ വെച്ചത്. ഇപ്പം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഫൗണ്ടേഷന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കും. സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, നല്ല പേപ്പറാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും അക്കൗണ്ട്സിന്റെ കേസിൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ സമയത്തിന്റെ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അത് യൂഷ്വൽ ആണ്, അക്കൗണ്ട്സിൽ അത് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കാത്തതിന്റെ ഒരു പ്രശ്നം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതെന്തായാലും കഴിഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി വറിയിടാവേണ്ടതില്ല. ഇനി ലോണിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരുന്ന എക്സാം എന്ന് പറയുന്നത്. പക്ഷെ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. റിപ്പീറ്റേഴ്സ് മുന്നേ ഈ എക്സാം ലൈക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോന്റെ ഒക്കെ മറ്റേ എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് 60 മാർക്സിന് ലോയും 40 മാർക്സിന് BCR എന്നുള്ള പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ എഴുതിയ പാറ്റേണിൽ നിന്നും 100 മാർക്സിന്റെ ലോ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ടൈമിന്റെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം 6 ക്വസ്റ്റ്യനുകൾ, അതിന് 3 സബ് ക്വസ്റ്റ്യൻ, ആ സബ് ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും അഡീഷണൽ ആയിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 20, 22, 23 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഒരു സിംഗിൾ പേപ്പറിൽ വരുമ്പോൾ ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിൽ അത് ഇഷ്യൂസ് ഉണ്ടാകും. അല്ലെ, ടൈമിന്റെ പ്രശ്നങ്ങൾ അത് വരും. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എഴുതിയാൽ മാത്രമേ 100 മാർക്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 100 മാർക്സിന് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ലൈക്ക് അറിയാവുന്ന ഒരു ഉത്തരം എഴുതാൻ പറ്റാത്ത, സമയപരിമിതി കാരണം എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അപ്പോൾ നല്ല രീതിയിൽ 100 മാർക്സിന് പ്ലാൻ ചെയ്ത് എഴുതുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈമൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സസ് നമ്മൾ നോർമലി യൂഷ്വലി പറയുന്നതാണ്. 1 മാർക്കിന് ഒരു 1.5 മിനിറ്റ് സമയം എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വിച്ച് മീൻസ് 4 മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിൽ 6 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ? അതേപോലെ ഒരു 6 മാർക്കിന്റെ ചോദ്യം, അങ്ങനെ ഓരോന്നിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു 1.5 മിനിറ്റ് എന്നുള്ള രീതിയിൽ പ്രൊപ്പോർഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ചെയ്ത് 6 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിൽ ഒരു പാറ്റേണിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഓരോ 1 അവർ കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു 30-35 മാർക്സിന്റെ പോർഷൻ ആ ഒരു ഫസ്റ്റ് 1 അവറിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും തോട്ടിലേക്കൊക്കെ പോയിട്ട് സമയം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എക്സാമുകളിൽ വെച്ചിട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത് ജനറലി എക്സാമിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പം എക്സാമിന് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പഠിച്ചു തീർത്ത് നമ്മുടെ റിവിഷൻ സെഷൻസും MTV 1ഉം 2ഉം ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ 3 സെഷന് ഹാൻഡിൽ ചെയ്യുക. അതിന്റെ കൂടെ മുന്നേ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അതൊക്കെ ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ ടോപ്പിക്സും പറ്റുന്ന പോലെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് പേപ്പർ 1, 2, 3 റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് അതുപോലെയുള്ള നമ്മുടെ റിവിഷൻ സീരീസ് ഒന്നും വാച്ച് ചെയ്ത ആളുകളുണ്ടെങ്കിൽ കഴിയുന്നത്ര കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പീഡിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാക്സിമം അതെല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ മുന്നത്തെ മോക്ക് ടെസ്റ്റ് പേപ്പർ ആണെങ്കിലൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിലുണ്ട്, AAA CA ചാനലുണ്ട്, അതെല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നമ്മൾ 3 മോക്ക് ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് 3ഉം കൂടെ ലൈക്ക് നമ്മുടെ സെഷൻ കാണാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുറഞ്ഞ സമയം കൊണ്ട് 3 മോക്ക് ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. 2 സ്പീഡൊക്കെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുമ്പോൾ ഒരു 1.5 സ്പീഡിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, 1.5 ഇട്ടിട്ട് എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആരൊക്കെ ലൈവിലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഉള്ള ആളുകളെല്ലാം ഒന്ന് പറ്റുന്നതും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. ഉള്ളവരൊക്കെ ഒന്ന് ഹായ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, മക്കളെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, കാരണം മറ്റന്നാൾ എക്സാം ആണ്. ക്ലിയർ? അതിന്റെ കൂടെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ 3യിലേക്ക് വരുന്ന സമയത്ത് മുന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ 1ൽ നിന്നുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ വെറുതെ ഡിസ്കസ് ചെയ്ത് അവിടെയും നിങ്ങളുടെ ടൈം നമ്മൾ സേവ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം.
എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വേണം എന്ത് ചെയ്യാൻ പരീക്ഷ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. രാഹുൽ found a smartwatch in a restaurant. He inquired about all the customers present there, but the true owner could not be found. He handed over the same to the manager of the restaurant to keep till the true owner is found. After a week, he went back to the restaurant to inquire about the smartwatch. The manager refused to return to Rahul, saying that it did not belong to Rahul. In the light of the Indian Contract Act 1872, can Rahul recover it from the manager? But a smartwatch ആർക്ക് കിട്ടി? രാഹുലിന് കിട്ടി ഫ്രം എ റെസ്റ്റോറൻറ്റ്. അവനത് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്തു? മാനേജറുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നീട് പോയിട്ട് അന്വേഷിച്ചപ്പോൾ ട്രൂ ഓണർ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, അറിയാൻ സാധിച്ചത്. പക്ഷെ ആ ഒരു വാച്ച് തിരിച്ചു ചോദിച്ചപ്പം രാഹുലിന് ആ മാനേജർ തിരിച്ചു കൊടുത്തില്ല. അത് മാനേജറുടെ കയ്യിൽ നിന്നും രാഹുലിന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഈ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിക്കവർ ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയനിൽ? ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫൈൻഡർ ഓഫ് ഗുഡ്സിന്റെ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏരിയസ് ആണ് അല്ലെ. ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്, ഗുഡ്സ് നമുക്ക് കിട്ടിയതാണല്ലോ അല്ലെ. A person who finds goods belonging to another and takes them into his custody is subject to same responsibility as if he were a bailey. ബെയിലിക്കുള്ള സെയിം റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഗുഡ്സ് ഫൈൻഡ് ചെയ്ത പേഴ്സണും വരുന്നത്. അപ്പോൾ അവിടെ ഫൈൻഡർ ഓഫ് ഗുഡ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് ദി പ്രോപ്പർട്ടി. ഒരു ഓർഡിനറി പ്രൊഡക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പർ കെയർ എടുക്കണം. ആ ഗുഡ്സ് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല, നോ അപ്രോപ്രിയേറ്റ് റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ഗുഡ്സ്. അതുപോലെ ഗുഡ്സ് അതിന്റെ ട്രൂ ഓണറെ കണ്ടു കഴിഞ്ഞാൽ, കണ്ടെത്താൻ ശ്രമിക്കണം, കണ്ടെത്തി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സ് അതുപോലെ ബെയിലി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് പ്രൊവിഷൻസ് മാനേജർ എന്ത് ചെയ്യണം? ഈ ഗുഡ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം രാഹുലിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഡ്സ് അതിന്റെ ട്രൂ ഓണറിന്റെ കയ്യിൽ എത്തുന്നത് വരെ അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ആ ഫൈൻഡർ ഓഫ് ഗുഡ്സിനാണ്. ഇവിടെ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ആരാണ്? രാഹുലാണ്. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്മാർട്ട് വാച്ച് ട്രൂ ഓണർ അല്ലാത്ത ലൈക്ക് അയാളെ കയ്യിലെത്താത്തടത്തോളം കാലം അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് രാഹുൽ എന്ന് പറയുന്ന ഫൈൻഡർ ഓഫ് ഗുഡ്സിനാണ്. ക്ലിയർ? അപ്പൊ അയാൾക്ക് എന്തായാലും മാനേജർ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? മാനേജറുടെ കയ്യിൽ നിന്നും അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. മിസ്റ്റർ വികാസ്, എ ബിസിനസ്മാൻ ഹാസ് ബീൻ ഫൈറ്റിംഗ് എ ലോങ് ഡ്രോൺ ലിറ്റിഗേഷൻ വിത്ത് മിസ്റ്റർ നീരജ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെടുത്തിയുള്ള സിനാരിയോ ആണ് ഇവിടെ പറയുന്നത്. To support his legal campaign, he enlisted the service of Mr. Manoj, a judicial officer, stating that the amount of rupees 10 lakh would be paid to him if he does not take up the brief of Mr. Neeraj. Clear? Mr. Manoj agrees, but at the end of the litigation, Mr. Vigas refuses to pay to Mr. Manoj. ആ ലിറ്റിഗേഷൻ ലൈക്ക് ആ ഒരു പർട്ടിക്കുലർ സ്യൂട്ടിന് ശേഷം ആ പറയുന്ന എമൗണ്ട് പേ ചെയ്യാൻ എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു. ആര്? മിസ്റ്റർ വികാസ് എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു. ആ പറഞ്ഞ 10 ലക്ഷം കൊടുത്തില്ല. Decide whether Mr. Manoj can recover the amount promised by Mr. Vigas under the provisions of the Indian Contract Act. Indian Contract Act പ്രകാരം മനോജിന് പൈസ റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു വാലിഡ് കോൺട്രാക്ട് ആണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇതൊരു വാലിഡ് കോൺട്രാക്ട് ആണോ മക്കളെ? ഈ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സ്യൂട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ജുഡീഷ്യൽ ഇൻഫ്ലുവൻസ് ലൈക്ക് ഓഫീസർ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ 10 lakh rupees തരാന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്ട് ആകുമ്പോൾ അത് ഒരു വാലിഡ് കോൺട്രാക്ട് ആണോ മക്കളെ? ബ്ലറിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? എല്ലാവർക്കും ബ്ലറിന്റെ ഇഷ്യൂ ഉണ്ടോ? അതോ ലൈക്ക് എനിക്ക് ഈ ഐപാഡ് ഷെയർ ചെയ്യുന്ന പോർഷനിലാണോ ബ്ലറിന്റെ ഇഷ്യൂ ഉള്ളത്, അല്ലെങ്കിൽ എന്റെ ഫേസ് കാണുന്ന ഏരിയയിലാണോ? പ്ലീസ് ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയും. പ്ലീസ്. സഞ്ജന, ഇപ്പൊ ക്ലിയർ ആണോ? Can you please respond? വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. I hope things are clear. Okay, Sufyan, thank you. Okay. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ 10 ആണല്ലോ വാലിഡ് എസെൻഷ്യൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളോട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. This section says that all agreements are contracts if they are made by the free consent of the parties competent to contract for a lawful consideration with a lawful object and are not expressly declared to be void. Section 10 of the Indian Contract Act ആണ് അല്ലേ? ഇത് പ്രകാരം
ഒരു അഗ്രിമെന്റ് കോൺട്രാക്ട് ആണ്. എങ്ങനെയാണെങ്കിൽ ഫ്രീ കൺസെന്റ് വേണം അല്ലെ, പാർട്ടീസിന്റെ അടുത്ത് ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം, അതുപോലെ ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലോഫുൾ ഒബ്ജക്ട് ഉണ്ടായിരിക്കണം, എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് ആവാൻ പാടില്ല. ക്ലിയർ? ഒബ്ജക്ട് അൺലോഫുൾ ആണെങ്കിൽ കോൺട്രാക്ട് വോയിഡ് അല്ലേ, ലൈക്ക് ഇല്ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ആയിട്ടുള്ള കാര്യമാവാൻ പാടില്ല. ഇല്ലീഗൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? an illegal agreement is an agreement expressly or impliedly prohibited by law. ഇല്ലീഗൽ അഗ്രിമെന്റ് വോയിഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഞാൻ അതിന് കൂടെ തന്നെ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ക്ലിയർ ആണ്? ക്വാളിറ്റി കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളത് ഐപാഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ മക്കളെ? ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ടോ മക്കളെ? ഞാൻ അവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഒന്നും കാണാനില്ലല്ലോ. Okay, let's see. A void agreement is one without any legal effects. Void agreement എന്ന് പറയുമ്പോൾ അവന് ഒരു രീതിയിലുള്ള ലീഗൽ എഫക്ട്സും വരുന്നില്ല. ക്ലിയർ? A void agreement is one without any legal effects. അല്ലെ, എന്തെങ്കിലും രീതിയിൽ ലീഗൽ എഫക്ട്സ് വരുന്നുണ്ട് void agreementന്. അതുപോലെ തന്നെ ഇല്ലീഗൽ അഗ്രിമെന്റിന്റെ കേസിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇല്ലീഗൽ അഗ്രിമെന്റുകളെല്ലാം വോയിഡ് അഗ്രിമെന്റ് ആണോ മക്കളെ? ഇല്ലീഗൽ അഗ്രിമെന്റുകളെല്ലാം എന്താണ്? വോയിഡ് അഗ്രിമെന്റ് ആണ്. ശരിയല്ലേ? എന്ന് കരുതി എല്ലാ വോയിഡ് അഗ്രിമെന്റ്സും ഇല്ലീഗൽ ആണോ? എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റ്സും വോയിഡ് ആണോ? പറ. എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റ്സും വോയിഡ് ആണ്, എല്ലാ വോയിഡ് അഗ്രിമെന്റ്സും ഇല്ലീഗൽ ആണോ? ആർക്കെങ്കിലും ഇപ്പോ ഇഷ്യൂസ് ഉണ്ടോ? ക്ലാരിറ്റി റെഡി ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്നാനാഷിം ഓക്കെ ആണോ? ചിലർക്ക് ഇഷ്യൂസ് കാണുന്നുണ്ട്. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഒട്ടും മനസ്സിലാത്ത രീതിയിലുള്ള ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ആക്ച്വലി നമ്മൾ ആ ഒരു ഫ്ലോ പോയിട്ടുണ്ട് ക്വസ്റ്റ്യന്റെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തുടക്കം മുതൽ ആൻസർ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെക്ഷൻ 10 പ്രകാരം നോക്കുന്ന സമയത്ത് മക്കളെ, ദിസ് സെക്ഷൻ സേസ് ദാറ്റ് ഓൾ അഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ അഗ്രിമെന്റും എന്താണ്? കോൺട്രാക്ട്സ് ആണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദേ ആർ മേഡ് ബൈ ദി ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം, പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം, ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലോഫുൾ ഒബ്ജക്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് ആയിരിക്കണം. അതായത് എക്സ്പ്രസ്ലി വോയിഡ് ആയിട്ടുള്ളത് ആവാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്ട് അൺലോഫുൾ ആണെങ്കിൽ കോൺട്രാക്ട് എന്താണ്? വോയിഡ് അഗ്രിമെന്റ്. അതുപോലെ ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണ്. ക്ലിയർ? ഇല്ലീഗൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ, എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റ്സും എന്താണ്? വോയിഡ് ആണ്. പക്ഷെ എല്ലാ വോയിഡ് അഗ്രിമെന്റ്സും ഇല്ലീഗൽ ആണോ? അല്ല. ക്ലിയർ? അതിന് കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ദിസ് ഇസ് ഇന്റർഫറൻസ് വിത്ത് കോസ് ഓഫ് ജസ്റ്റിസ്. അതായത് ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി ആയിട്ട് നമുക്ക് ഈ സിറ്റുവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസിയാണ് അഗ്രിമെന്റ്. ഒപ്പോസ്റ്റ് പബ്ലിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് എന്താണ്? വോയിഡ് ആണ്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ടും ട്രീറ്റ് ചെയ്യാം? റീസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ശരിയല്ല? ലീഗൽ പ്രൊസീഡിങ്സ് റീസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലല്ലേ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ചിലപ്പം ഈ ഒരു കാര്യമായിരിക്കും. ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആൻ agreement in restraint of legal proceedings. നിങ്ങൾക്ക് അറിയാലോ, agreement in restraint of legal proceedings, agreement in restraint of marriage, agreement in restraint of trade, ഇതെല്ലാം എന്താണ്? എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് ആണ്. അതുപോലെ വേജറിംഗ് അഗ്രിമെന്റുകൾ ഇതൊക്കെ എന്താണ്? എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ അഗ്രിമെന്റ് വോയിഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അഗ്രിമെന്റ് റെസ്ട്രിക്ട്സ് വൺസ് റൈറ്റ് ടു എൻഫോഴ്സ് ഹിസ് ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മിസ്റ്റർ മനോജിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്?
ഒരു വോയിഡ് എഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. ക്ലിയർ? ലെറ്റ്സ് സീ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. Mr. Samyak was appointed as an employee of the Moonlight Timber Private Limited on the condition that if he was to leave his employment, he will not solicit customers of the company. After some time, he was fired from the company. അതായത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇവര് ലൈക്ക് എംപ്ലോയ്മെന്റ് വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടുത്തെ കസ്റ്റമേഴ്സിനെ സോളിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, കമ്പനിയിൽ എന്ത് ചെയ്തു, ഫയർ ചെയ്തു. ഹി സെറ്റ് അപ്പ് ഹിസ് ഓൺ ബിസിനസ്. സ്വന്തമായിട്ട് ബിസിനസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു അവന്റെ പ്രൊപ്പറേറ്റർഷിപ്പ്. ആൻഡ് അണ്ടർകട്ട് മൂൺലൈറ്റ് ടിംബർ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൈസസ് on the legal advice from his legal consultant and to refrain from the provisions of breach of contract, he formed a new company. ഈ ഒരു പർട്ടിക്കുലർ കോൺട്രാക്ടിനെ ബ്രീച്ച്, അതായത് ഇവരെ കസ്റ്റമേഴ്സിനെ സോളിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ടേംസ് അവിടെ ഉണ്ടല്ലോ. അപ്പം അതിന് ബ്രീച്ച് ആവാതിരിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ ലീഗൽ കൺസൾട്ടന്റിനെ കണ്ടിട്ട് ആ ഒരു പ്രൊവിഷൻ ബ്രീച്ച് ആവാതിരിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു, പുതിയൊരു കമ്പനി ഫോം ചെയ്തു. ക്ലിയർ? സമയത്ത് എന്ത് ചെയ്തു, പുതിയൊരു കമ്പനി ഫോം ചെയ്തു. അവരുടെ പേര് എന്ന് പറയുന്നത് നയൻ സ്റ്റാർസ് ടിംബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇൻ ദിസ് കമ്പനി ഈസ് വൈഫ്. ഈ കമ്പനിയിൽ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ വൈഫ് ഉണ്ട്, ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത്. വൈഫും ഇയാളുടെ ഫ്രണ്ടും ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത്. അവരെന്ത് ചെയ്തു, സാമ്യകിന്റെ ബിസിനസ് എന്ത് ചെയ്തു, ടേക്ക് ഓവർ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തു. Moonlight Timber Private Limited files a suit against Nine Stars Timbers Private Limited for violation of the contract. കോൺട്രാക്ടിന്റെ വയലേഷന്റെ പേരിൽ ഇവർ എന്ത് ചെയ്തു, മൂൺലൈറ്റ് ടിംബർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു, നയൻ സ്റ്റാർസ് ടിംബർ പ്രൈവറ്റ് ലിമിറ്റഡിനെ സ്യൂ ചെയ്തു. Nine Stars Timbers Private Limited argued that contract was entered into between Mr. Samyak and Moonlight Timber Private Limited, and as the company has separate legal entity, Nine Stars Timber Private Limited has not violated the terms of the agreement. സാമിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനും മൂൺലൈറ്റും തമ്മിലാണ് എന്തുള്ളത്, അഗ്രിമെന്റ് ഉള്ളത്. ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു പറയുന്ന ആരാണ്, നയൻ സ്റ്റാർസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് അത് കമ്പനിക്ക് അത് അപ്ലിക്കബിൾ ആവില്ല എന്നുള്ള രീതി, അതുകൊണ്ട് തന്നെ വയലേഷൻസ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, സാമിക്ക് പറയുന്നത്. എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ് വിത്ത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ബിറ്റ്വീൻ മിസ്റ്റർ സാമിക് ആൻഡ് നയൻ സ്റ്റാർ ടിംബർ പ്രൈവറ്റ് ലിമിറ്റഡ് വിൽ ബി ഡിസ്റിഗാർഡ്. ഇവർക്ക് ഇടയിലുള്ള ഒരു മിസ്റ്റർ സാമിക്കിനും നയൻ സ്റ്റാറിനും ഇടയിലുള്ള ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഡിസ്റിഗാർഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ആൻസറിലേക്ക് പോവാം. ഗിൽഫോർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോൺ എന്ന് പറയുന്ന കേസിലൂടെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് പ്രകാരമുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. ഇഫ് ദ കമ്പനി ഈസ് ഫോംഡ് സിംപ്ലി ആസ് എ മിയർ ഡിവൈസ് ടു ഇവേഡ് ലീഗൽ ഒബ്ലിഗേഷൻ, എന്തെങ്കിലും ലീഗൽ ഒബ്ലിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദിസ് ഈസ് ഓൺലി ഇൻ ലിമിറ്റഡ് ആൻഡ് ഡിസ്ക്രീറ്റ് സർക്കംസ്റ്റൻസസ് കോർട്ട്സ് ക്യാൻ പിയേഴ്സ് ദി കോർപ്പറേറ്റ് വെയിൽ. ക്ലിയർ? സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലായത്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലാണ് സിറ്റുവേഷൻ. എന്തെങ്കിലും ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാനോ പിയേഴ്സ് ചെയ്യാനോ നമുക്ക് പറ്റും. അതുപോലെ ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ കമ്പനി ഈസ് എ മിയർ ഷാം ഓർ ക്ലോക്ക്, ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ക്യാൻ ബി ഡിസ്റിഗാർഡ്. കമ്പനി വെറും ഒരു മറയാക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ക്ലിയർ? ആ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ലീഗൽ ഒബ്ലിഗേഷൻ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ആ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് വെയിലിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, ലൈക്ക് പേഴ്സണൽ ലയബിലിറ്റിന്ന് മറ്റും മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഷീൽഡ് പോലത്തെ ഒരു സംഭവമാണ് കോർപ്പറേറ്റ് വെയിൽ. നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഒരു മേർഷ്യാം അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ കമ്പനി നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ അവോയ്ഡ് ചെയ്യാനാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഈ ഒരു ഡിസിഷനിലേക്ക് അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത്, ഇറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ദാറ്റ് നയൻ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഇവേർഡ് ലീഗൽ ഒബ്ലിഗേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന രീതിയിൽ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഹെൻസ് നയൻ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് ജസ്റ്റ് എ ഷാം ഓർ ക്ലോക്ക് and the separate legal entity between Samyak and Nine Star Timber Private Limited should be disregarded. അതിന് വെറും ഒരു മറയാക്കി വെച്ചാൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ലീഗൽ ഒബ്ലിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് കോർപ്പറേറ്റ് വെയിലിനെ ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ നയം. ലൈക്ക് നമുക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ കേസിലോയും അതുപോലെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.
മക്കളെ വി ഹാഡ് സം ടെക്നിക്കൽ ഇഷ്യൂസ്. അതിന്റെ ഒരു ഇതിൽ നമുക്ക് ചെറിയൊരു ഡിലേയും വന്നിട്ടുണ്ട്, അതുപോലെ ചില ക്വാളിറ്റി ഇഷ്യൂസ് എന്തൊക്കെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് വാച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് മൈൻഡിൽ നമുക്ക് ഒന്നുകൂടെ ഇവിടുന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് പോകണം. ആരെങ്കിലും ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ആയി പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടുത്തെ അവരുടെ അടുത്തൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഇത് പെൻഡിങ്ങിൽ വെക്കണം. MTP3 ഡിസ്കഷൻസ് എന്തായാലും നിങ്ങൾ നോക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഓൾറെഡി MTP3 ലൈക്ക് ഡിസ്കസ് ചെയ്ത കുട്ടികളാണ്, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധം പറയുന്നില്ല. ക്ലിയർ? അല്ലാത്ത ആളുകളെല്ലാം തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങളുടെ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. ക്ലിയർ? കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും MTP3 മൊത്തത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ടൈം സേവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്തവർ പിന്നീട് എപ്പോഴെങ്കിലും ഇൻ ബിറ്റ്വീൻ ആ എറേഴ്സ് വന്ന സമയത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം. ലൈവിൽ തന്നെ കാണാൻ വേണ്ടി പറയാം. ഇൻ കേസ് ലൈവിൽ ആർക്കെങ്കിലും കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർ മാത്രം എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞതിന് ശേഷം എക്സാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എപ്പോഴാണോ ടൈം കാണുന്നത് അതൊരു സമയം കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെഷൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെസിഫിക് മോട്ടോർ ലിമിറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റ് കമ്പനിയാണ്. എന്ത് കമ്പനിയാണ്? ഗവൺമെന്റ് കമ്പനിയാണ്. ഓക്കെ, രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ പ്രൈവറ്റ് കമ്പനി. രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 crores ആണ്. ഓക്കെ, 10 lakhsന്റെ 100 rupeesന്റെ 10 lakh ഷെയർസ്. ക്ലിയർ? അങ്ങനെ 10 കോടി ക്യാപിറ്റൽ ഉള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെസിഫിക് മോട്ടോഴ്സ് ലിമിറ്റഡ് ഈസ് ഹോൾഡിംഗ് 5,05,000 shares in രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ്. പെസിഫിക് മോട്ടോഴ്സ് ലിമിറ്റഡിന് 5,05,000 shares ഉണ്ട് ഇതിൽ രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡിൽ. രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലെയിംഡ് സ്റ്റാറ്റസ് ഓഫ് ഗവൺമെന്റ് കമ്പനി. രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് പറയുന്നത് അവർ എന്താണെന്നാണ്, ഗവൺമെന്റ് കമ്പനിയാണെന്നാണ്. ഒരു ആസ് എ ലീഗൽ അഡ്വൈസർ വെദർ രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഗവൺമെന്റ് കമ്പനി ആണോ എന്നുള്ളതാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ചോദ്യം എന്ന് പറയും. മക്കളെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഗവൺമെന്റ് കമ്പനിയാണോ? ഈ സിമിലർ സിനാരിയോ എൻ്റെ അടുത്ത് 1-2 പിള്ളേർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ഓൾറെഡി കേട്ട് പരിചയമുള്ള ഒരു സ്റ്റുഡന്റിന് ഇത് പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതാൻ പറ്റും. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ഫോക്കസ് ഏരിയ ചിലപ്പോൾ എന്തായി പോകും, മിസ്സായി പോകും. സോ ഒരു ക്വസ്റ്റ്യനിൽ കോർട്ടിന് കോൺട്രാക്ട് ടെക്സ് വേണ്ടി മാത്രമാണ്. ശൈലേഷ്, എനിക്ക് ആ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല. ഇഫ് പോസിബിൾ സെഷന് ശേഷം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പേഴ്സണലി കൺവേ ടു. എനിക്ക് കംപ്ലീറ്റ്ലി വായിച്ചിട്ട് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ആ ഡൗട്ട് സെഷന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്ര എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡൗട്ട് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇഫ് യു ആസ്ക് മീ ആഫ്റ്റർ ക്ലാസ്സസ് ഐ വിൽ ഡെഫിനറ്റ്ലി ക്ലിയർ ഇറ്റ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇത് പറ, രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ഗവൺമെന്റ് കമ്പനിയാണോ? ആണെന്ന് അഭിപ്രായമുള്ളവർ എസ് എന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യും. അല്ല എന്ന അഭിപ്രായമുള്ള ആളുകൾ നോ എന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മക്കളെ. കമോൺ, ക്യൂബ് പെട്ടെന്ന് പറ. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊവിഷനിലേക്ക് കടക്കാം. According to the provisions of the section 2 clause 45 of the Companies Act 2013, government company means any company in which not less than 51% of the paid up share capital is held by central government, അല്ലെങ്കിൽ by any state government or governments, അല്ലെങ്കിൽ partly by central government or partly by one or more state governments, and the section includes a company which is the subsidiary company of such a government company. അതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ഫോക്കസ് വരേണ്ട ഏരിയ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ആണോ മക്കളെ? ശ്രദ്ധിക്കേണ്ട ഭാഗം അതാണ്. The section includes a company which is a subsidiary company of such a government company. Okay, 51% ഒന്നുകിൽ ആര് ഹോൾഡ് ചെയ്യണം? ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ 51% സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റോ ഹോൾഡ് ചെയ്യണം. ക്ലിയർ? ഇനി അതല്ലെങ്കിൽ അതിന് പുറമെ പറയുന്ന ഒരു ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയെയും നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് കമ്പനിയെ ട്രീറ്റ് ചെയ്യുക. നമ്മൾ വായിക്കുന്ന സമയത്ത്, പ്രൊവിഷൻ വായിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ്. ക്ലിയർ? വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഇത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇപ്പൊ നിങ്ങൾ രണ്ടാമത് റിവൈസ് ചെയ്യുന്നതുകൊണ്ടും നിങ്ങളിൽ എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാക്കില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യനുകളും ഓരോ MTPയിലും ഓരോ RTPയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ.
ഇപ്പൊ ഇതിൽ തന്നെ MTPയിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണെങ്കിലും ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിലാണെങ്കിലും നമ്മൾ റിവിഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി റിവിഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ MTPയുടെ ഭാഗമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ടൈം സേവിങ്ങിന്റെ ഭാഗമായിട്ട് ഓൾറെഡി MTP 1-ൽ ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, MTP 3-ൽ നമ്മൾ ഡിസ്കഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കേണ്ടത്. അത് കാണണമെന്ന് ആവശ്യമുള്ള കുട്ടികൾക്ക് MTP 1-ന്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുക ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യും, അതായത് സമയത്ത് റെഫറൻസ് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കല്ല, സബ്സിഡിയറി കമ്പനി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദ ഹോൾഡിംഗ് എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ. 1/2 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ ഉണ്ട്, അല്ലെങ്കിൽ അവര് ലൈക്ക് അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കമ്പോസിഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയാണെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി കമ്പനി ഓഫ് പെസിഫിക് മോട്ടോർ ലിമിറ്റഡ്. കാരണം 1/2-ൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പെസിഫിക് മോട്ടോർ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്, രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1/2 മോർ ദാൻ 1/2 ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ അറിയാം, ഇത് പെസിഫിക്കിന്റെ സബ്സിഡിയറി ആണെന്ന് പറയാം. ക്ലിയർ? അതുകൊണ്ട് തന്നെ പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗവൺമെന്റ് കമ്പനിയാണല്ലോ. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഗവൺമെന്റ് കമ്പനിയാണ്. ഫർദർ ആസ് പെർ സെക്ഷൻ 2 clause 45 a subsidiary company of government company is also termed as government company. അപ്പൊ രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ഓട്ടോമാറ്റിക്കലി എന്താവും, സബ്സിഡിയറി ഓഫ് പെസിഫിക് മോട്ടോർ ലിമിറ്റഡ് അല്ലേ. അതുകൊണ്ട് തന്നെ പെസിഫിക് മോട്ടോർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള രമ ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തായി മാറും, ഒരു ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആണോ? 1C1 ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഫെമിലിയർ ആണോ? When the continuing guarantee can be revoked under the Indian Partnership Act. പറ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഈ ചോദ്യം MTP 1-ൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. MTP 1-ലെ ക്വസ്റ്റ്യൻ ആണ്. MTP 1-ലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, MTP 1 എന്നാണ്. MTP 1-ലും സെയിം ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ, 1C1. ഓക്കെ, ക്ലിയർ? When the continuing guarantee can be revoked under the Indian Partnership Act 1932. ചെറിയ ഉത്തരമാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നമ്മൾ പാർട്ണർഷിപ്പ് ആക്ടിന്റെ കേസിൽ നമ്മൾ റിവോക്ക് ചെയ്യാൻ പറ്റുകയാണെന്ന് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രൊവിഷനാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 38, a continuing guarantee given to a firm, a continuing guarantee given to a firm or to third party in respect of the transaction of a firm is, in the absence of an agreement to the contrary, revoked as to future transaction from the date of any change in the constitution of the firm. ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് ഒരു ഫേം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമിന് അഗേൻസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ എന്തായി പോകും, റിവോക്ക് ആയി പോകും. ക്ലിയർ? സച്ച് ചേഞ്ച് മേ ഒക്കെ ബൈ ഡെത്ത് ആവാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാരണമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂ പാർട്ണറിന്റെ ഇൻട്രൊഡക്ഷൻ കാരണമൊക്കെ ആവാം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പാർട്ണർഷിപ്പിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്തായി പോകും, റിവോക്ക് ആയി പോകും ആസ് ടു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ. അതായത് ആ ഒരു പർട്ടിക്കുലർ ചേഞ്ച് വന്നതിന് ശേഷമുള്ള ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലേക്ക് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്തായി പോകും, റിവോക്ക് ആയി പോകും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to the provisions of the Indian Partnership Act, explain various effects of insolvency of a partner. ഒരു ഇൻസോൾവെന്റ് പാർട്ണറിന് ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 34 ആണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രൊവിഷൻ. ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ചിലപ്പോൾ ഫോക്കസ് ചെയ്യാതെ എക്സാമിന് പോകുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത്. MTPയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ലേൺ ചെയ്തിട്ട് തന്നെ പോകണം. ക്ലിയർ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡിക്റ്റോ, ചിലപ്പോൾ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. നിങ്ങളിതിൽ വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ MTP 3 പഠിച്ചു, ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് അങ്ങനെയല്ല കാണും. MTP 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, RTP ഉണ്ട്, പ്രീവിയസ് MTPs ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ വർക്ക് ബുക്ക് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എക്സാമിന് വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹയർ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ പേടിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി മെറ്റീരിയൽ വെച്ച് പഠിക്കുമ്പോൾ അത്രത്തോളം ചിലപ്പോൾ ശ്രദ്ധ പോകാത്തൊരു ഭാഗമായിരിക്കും. ഒന്ന് നോക്കാം. ഇൻസോൾവെന്റ് പാർട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻസോൾവെന്റ് പാർട്ണർ കനോട്ട് ബി കണ്ടിന്യൂഡ് ആസ് എ പാർട്ണർ. അതുപോലെ he will be ceased to be a partner from the very date on which the order of adjudication is made.
എന്ന് മുതലാണോ അയാൾ ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് ലൈക്ക് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ പാസ് ആവുന്നത്, അതോടുകൂടി അയാൾ എന്തായി മാറും, ആ ഒരു ഡേറ്റ് മുതൽ തന്നെ അയാൾ എന്തായി മാറും, പാർട്ട്ണർ അല്ലാതായി മാറും. ക്ലിയർ. അതുപോലെ തന്നെ ഇൻസ്റ്റോൾമെന്റ് പാർട്ട്ണറിന്റെ എസ്റ്റേറ്റ് അയാളുടെ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷന് ശേഷമുള്ള ഒരു ആക്ടിനും അയാളുടെ പേഴ്സണൽ എസ്റ്റേറ്റ് എന്താവില്ല, ഇൻസ്റ്റോൾമെന്റ് പാർട്ട്ണറിന്റെ പേഴ്സണൽ എസ്റ്റേറ്റ് എന്താവില്ല, ലാബിൾ ആവില്ല. അയാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പാർട്ട്ണർ ഉദാഹരണത്തിന് 060624 6th June 2024 ഒരു പാർട്ട്ണർ ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തെന്ന് വിചാരിക്കുക. ആ ഒരു ഡേറ്റിന് ശേഷം ഉണ്ടാവുന്ന ഒരു ആക്ട്, ഫേമിന്റെ ഒരു ആക്ടിനും ഇയാളുടെ ഈ ഇൻസ്റ്റോൾമെന്റ് പാർട്ട്ണറുടെ എസ്റ്റേറ്റ് എന്താവില്ല, ലാബിൾ ആവില്ല. ക്ലിയർ. അതുപോലെ the firm is also not liable for any act of the insolvent partner after the date of the order of adjudication. Firm is also not liable for any act of the insolvent partner after the date of order of adjudication. Clear. അതുപോലെ തന്നെ ഫേമും ഇൻസോൾവെന്റ് പാർട്ട്ണറിനെ ലൈക്ക് ഇൻസോൾവെന്റ് ആക്കിക്കൊണ്ടുള്ള ഓർഡർ വന്നതിന് ശേഷമുള്ള ഒരു ആക്ടിനും ഫേമും എന്താവില്ല, ലാബിൾ ആവില്ല. ക്ലിയർ. ഓർഡിനറിലി ഇത് ഇൻസോൾവൻസി ഓഫ് പാർട്ണർ റിസൾട്ട്സ് ഇൻ ഡിസൊല്യൂഷൻ. സാധാരണഗതിയിൽ ഫേമിന്റെ ഡിസൊല്യൂഷനിലേക്കാണ് കൊണ്ടെത്തിക്കാറ്. പക്ഷെ പാർട്ട്നേഴ്സ് വേണമെങ്കിൽ, അവർ കോമ്പിറ്റന്റ് പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കിടയിൽ മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആയെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫേമിന് ഡിസൊല്യൂഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ മ്യൂച്വലി എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻസോൾവെന്റ് പാർട്ട്ണറുടെ സിറ്റുവേഷനിൽ പാർട്ട്ണർഷിപ്പിന് വരുന്ന എഫക്ട്. സെക്ഷൻ 34 ആണ് ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. Mrs. Seema went to the local rice and wheat wholesale shop and asked for 100 kilograms of basmati rice. The shopkeeper quoted the price of the same as 125 per kilogram, to which he agreed. 100 kilograms of basmati rice ആണ് ചോദിച്ചിട്ടുള്ളത്, റേറ്റ് പറഞ്ഞല്ലോ 125. Seema insisted that she would like to see the sample of what would be provided to her by the shopkeeper before she agreed upon such a purchase. Purchase like ചെയ്യുന്നതിന് മുന്നേ സാമ്പിൾ ചോദിച്ചു ആര്, സീമ. ക്ലിയർ. ലൈക്ക് അവർ കാണണമെന്ന് പറഞ്ഞു. The shopkeeper showed her a bowl of rice as a sample. സാമ്പിൾ റൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോപ്കീപ്പർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സാമ്പിൾ എക്സാക്ട്ലി ആ ബൾക്കിന് കറസ്പോണ്ടിങ് ആവുന്ന സാമ്പിൾ തന്നെയായിരുന്നു. The buyer examined the sample casually without noticing the fact that even though the sample was that of basmati rice, it contained a mix of long and short grains. ലൈക്ക് ബയർ ഇത് എക്സാമിൻ ചെയ്ത സമയത്ത്, ബയറാണ് ലൈക്ക് ഇതില് നമ്മള് സെയിൽ ബൈ സാമ്പിളിന്റെ സിറ്റുവേഷൻ വരുന്നത് അല്ലെ. അപ്പൊ സാമ്പിളിന്റെ കേസ് നമുക്ക് ബൾക്കുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെ സാമ്പിൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവർ എന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് നോക്കിയില്ല. കാരണം അതിൽ ബസ്മതി റൈസ് ആണെങ്കിൽ പോലും അതിൽ ഗ്രെയിൻസിന്റെ, അതിൽ ആ റൈസിന്റെ സൈസിൽ ഷോർട്ട് ലോങ് ആയിട്ടുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ക്ലിയർ. അത് അവരെത്രത്തോളം ബയർ എത്രത്തോളം എന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചിട്ടില്ല. The cook on opening the bags complained that the dish, if prepared with the rice, would not taste the same as the quality of rice was not as per requirement of the dish. ഈ റൈസ് കണ്ടപ്പോൾ തന്നെ കുക്ക് പറഞ്ഞു എന്ത്, ഇത് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടൂല. ക്ലിയർ. ഈ ഒരു റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് കുക്ക് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് സീമ എന്ത് ചെയ്തു, ഫ്രോഡിന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, സെല്ലറിന് അഗെയിൻസ്റ്റ്. ക്ലിയർ. കാരണം ഗുഡ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്, ചീപ്പ് ക്വാളിറ്റി റൈസ് തന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവർ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ. സെയിൽ ബൈ സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലെങ്ത് ഓഫ് റൈസുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്പെസിഫിക്കേഷൻ സീമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യം വരുമ്പോൾ സെയിൽ ബൈ സാമ്പിളിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെയിൽ ബൈ സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് as per provisions of subsection 2 of section 17 of the Sale of Goods Act 1930, in a contract of sale by sample there is an implied condition that, സെയിൽ ബൈ സാമ്പിളിന്റെ കേസിൽ ഉണ്ടാകുന്ന ഇംപ്ലൈഡ് കണ്ടീഷൻ എന്താണ്, ആ ബൾക്ക് എന്തായിരിക്കണം, സാമ്പിളിന് ക്വാളിറ്റിയിൽ കറസ്പോണ്ടിങ് ആയിരിക്കണം, മാച്ചിങ് ആയിരിക്കണം. ബൾക്ക് സാമ്പിളിന് മാച്ചിങ് ആയിരിക്കണം. അതുപോലെ തന്നെ ബയ്യറിന് എന്തുണ്ടായിരിക്കണം, റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് കമ്പയറിംഗ് ദി ബൾക്ക് വിത്ത് ദി സാമ്പിളും ഉണ്ടായിരിക്കണം. ക്ലിയർ. അപ്പൊ ആ ഒരു പ്രൊവിഷൻ ഇവിടെ ചെക്ക് ചെയ്യുന്ന സീമ എന്താവില്ല, സക്സസ്ഫുൾ ആവില്ല. ഈ ഒരു പ്രൊവിഷനിൽ സീമ എന്താവില്ല, സക്സസ്ഫുൾ. സീമ എന്ത് ചെയ്തു, കാഷ്വൽ എക്സാമിൻ ചെയ്ത സമയത്ത് റൈസ് സാമ്പിൾ എന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ക്ലിയർ. ആ ഒരു റൈസിൽ ഉണ്ടായിരുന്ന ആ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ഗ്രെയിൻസ് ഒന്നും ആരും നോട്ടീസ് ചെയ്തിട്ടില്ല, സീമ നോട്ടീസ് ചെയ്തിട്ടില്ല. ഓക്കെ. As per the provisions of subsection 1 of section 17 of the Sale of Goods Act 1930, a contract of sale is a contract for sale by sample where there is a term in the contract express or implied to that effect. As per the provisions of section 2 of section 17 of the Sale of Goods Act 1930, a contract for
Sale by sample, there is an implied condition. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് bulk shall correspond with the sample in quality. The buyer shall have a reasonable opportunity of comparing the bulk. Clear? ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ പറയുന്നുണ്ട് the goods shall be free from any defect rendering them unmerchantable. അൺമെർച്ചന്റബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു ഡിഫക്റ്റും ആ ഗുഡ്സിന് ഉണ്ടാവാൻ പാടില്ല. റീസണബിൾ എക്സാമിനേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ലെങ്ത്തിനെ കുറിച്ച് കൃത്യമായിട്ട് സീമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈസിന്റെ ലെങ്ത്തിനെ കുറിച്ച് കൃത്യമായിട്ട് സീമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് മീൻസ് സീമ സ്പെസിഫൈഡ് ആർ എക്സാക്ട് റിക്വയർമെന്റ് ആസ് ടു ലെങ്ത് ഓഫ് റൈസ്, then there is an implied condition that the good shall correspond with the description. Clear? കൃത്യമായിട്ടുള്ള ഒരു ലെങ്ത്, ഇപ്പൊ ഇത്ര ലെങ്ത് ഉള്ള റൈസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെയിൽ ബൈ സാമ്പിൾ ആസ് വെൽ ആസ് ഡിസ്ക്രിപ്ഷന്റെ കേസ് ഒക്കെ വരും. ഡിസ്ക്രിപ്ഷൻ കൂടെ അവിടെ കടന്നു. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഗുഡ്സ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ കറസ്പോണ്ടിങ് ആവുന്ന ഗുഡ്സ് ആയിരിക്കണം ആര് കൊടുക്കേണ്ടത്, സെല്ലർ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നമുക്ക് സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റും, ലയബിൾ ആക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ലിസ്റ്റഡ് കമ്പനിയും അൺലിസ്റ്റഡ് കമ്പനിയും. ലിസ്റ്റഡ് കമ്പനി അൺലിസ്റ്റഡ് കമ്പനിയുടെ കേസിൽ പറയുന്ന സമയത്ത് മക്കളെ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ അടിപൊളിയായി അല്ലേ, സന്തോഷമാവും അല്ലേ? ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് അല്ലെ, സെക്യൂരിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം അല്ലെ, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു കമ്പനി ലിസ്റ്റഡ് അല്ലാത്ത ഒരു കമ്പനിയെ നമ്മൾക്ക് എന്ത് പറയാം, അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. ക്ലിയർ? ഓക്കെ അല്ലടാ? ലൈക്ക് നമ്മള് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓഫ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. യൂഷ്വലി നമ്മൾ പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ അറിയാവുന്ന റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക്, വളരെ പോപ്പുലർ ആയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് NSEയും BSEയും. ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനികൾ എന്ന് പറയുന്നത്. അതുപോലെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ലിസ്റ്റഡ് കമ്പനികളല്ലാത്ത കമ്പനികളെ നമ്മൾ എന്ത് പറയും, അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. സ്വാഭാവികമായിട്ടും ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പബ്ലിക് കമ്പനി ആയിരിക്കും. അതൊക്കെ ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Explain the classification of the companies on the basis of control. On the basis of control, നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻ കൈൻഡ്സ് ഓഫ് കമ്പനീസ് പറയാനാണ്. ടൈപ്സ് ഓഫ് കമ്പനി ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ. ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇൻ ലൈൻ വിത്ത് കമ്പനീസ് ആക്ട് 2013. കാരണം പല ബേസിസിൽ കമ്പനീനെ പല പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈക്ക് ചോദിച്ചിട്ടുള്ള എന്താണ്, ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ ആണ്. ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം ടോപ്പിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, എല്ലാ ടൈപ്പ് കമ്പനി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഏത് ബേസിലാണ് അതിനെ ഈ രീതിയിൽ തിരിച്ചിട്ടുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകില്ല. ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അങ്ങനെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ചിലപ്പോൾ അതിലേക്ക് പോകില്ല. അതും കൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഉത്തരം മാത്രമായിട്ട് എന്ത് ചെയ്യരുത്, പഠിക്കാതെ. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ പഠിക്കണം, ലൈക്ക് ചോദ്യം കൂടെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ വരുന്ന സമയത്ത്, കൺട്രോളുമായി ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കണക്ട് ആവും ഹോൾഡിംഗ് സബ്സിഡിയറി അല്ലേ. അപ്പോൾ നമുക്ക് ഹോൾഡിംഗ് സബ്സിഡിയറി കമ്പനിയെ കുറിച്ച് നോക്കാം. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനിയാണ്. എങ്ങനെയാണെങ്കിൽ ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ്, മീൻസ് കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനീസ്. ഒരു കമ്പനി നമ്മൾ മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് കമ്പനി ഈസ് എ ഹോൾഡിംഗ് കമ്പനി. ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഹോൾഡിംഗ് കമ്പനിയാണ്. എങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് ആ കമ്പനി സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ ഈ കമ്പനി ആ കമ്പനിയുടെ എന്തായി മാറും, ഹോൾഡിംഗ് കമ്പനി ആയിട്ട് മാറും അല്ലെ. For the purpose of this clause, the expression company includes any body corporate. കമ്പനി എന്നുള്ളതിൽ ലൈക്ക് എല്ലാ ബോഡി കോർപ്പറേറ്റ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ? അതുപോലെ സബ്സിഡിയറി കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 87 ഓക്കെ, മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദി ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദി കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ. ഹോൾഡിംഗ് കമ്പനി ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കമ്പോസിഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ടോട്ടൽ വോട്ടിംഗ് പവർ. ടോട്ടൽ വോട്ടിംഗ് പവറിന്റെ മോർ ദാൻ 1/2 അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ക്ലിയർ, അത്തരം സിറ്റുവേഷൻസിൽ ആ കമ്പനിയെ നമുക്ക് എന്താണെന്ന് പറയാം, അത് സബ്സിഡിയറി കമ്പനിയാണെന്ന് പറയാം. ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ഒരു കമ്പനിയുടെ മേലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷന്റെ മേലെ കൺട്രോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ വോട്ടിംഗ് പവറിന്റെ മോർ ദാൻ 1/2 ഓക്യുപ്പൈ ചെയ്യുന്നത് ആ ഒരു ഹോൾഡിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ മറ്റേ കമ്പനി നമുക്ക് എന്ത് പറയാം, സബ്സിഡിയറി കമ്പനിയാണെന്ന് പറയാം. ഇത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്. ഇവിടെ ആക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനി എന്നുള്ള കൺസെപ്റ്റില്
ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ആ കമ്പനി സബ്സിഡിയറി കമ്പനി ആണെങ്കിൽ ഈ കമ്പനി ആ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്നുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആക്ട് ചെയ്ത് സബ്സിഡിയറി കമ്പനിയെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത്. സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിക്ക് എന്തുണ്ട്? ഒന്നുകിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷന്റെ മേലെ കൺട്രോൾ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ വോട്ടിംഗ് പവറിന്റെ മോർ ദാൻ 1/2 ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലാണുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഈ കമ്പനി സബ്സിഡിയറി കമ്പനിയാണെന്ന് പറയാം. ഓക്കെ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ വരുന്നതാണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദാറ്റ് അതർ കമ്പനി ഹാസ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ബട്ട് വിച്ച് ഈസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷെ എന്തല്ല സബ്സിഡിയറി കമ്പനി അല്ല. അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചർ കമ്പനീസ് എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഈ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 20% ഓഫ് വോട്ടിംഗ് പവർ എങ്കിലും അവരുടെ കൺട്രോൾ ഉണ്ടായിരിക്കും. ക്ലിയർ? 20% ഓഫ് വോട്ടിംഗ് പവർ ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ കമ്പനിയിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോൾ നമുക്ക് ഉണ്ടാവില്ലേ? ക്ലിയർ? സ്വാഭാവികമായിട്ട് സബ്സിഡിയറി ആവുന്നില്ല. സബ്സിഡിയറി ആണെങ്കിൽ മോർ ദാൻ ഹാഫ് വേണം, വിച്ച് മീൻസ് മോർ ദാൻ 50% വോട്ടിംഗ് പവർ വേണം. പക്ഷെ 20% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റില്ല. അപ്പൊ അത്തരം കമ്പനികളാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യും? അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ നമുക്ക് ഹോൾഡിംഗ് കമ്പനി വരുന്നുണ്ട്, സബ്സിഡിയറി കമ്പനി വരുന്നുണ്ട്, അതുപോലെ തന്നെ അസോസിയേറ്റ് കമ്പനിയും വരുന്നുണ്ട്. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലെ C1. Who are the individuals which shall not be capable of becoming a partner of a limited liability partnership? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അതായത് എന്താണ് മക്കളെ? LLP അല്ലെ? അതിൽ ക്യാപ്പബിൾ അല്ലാത്ത ഏതൊക്കെ ഇൻഡിവിജ്വൽസ് ആണ് അതിൽ പാർട്ട്ണർ ആവാൻ ക്യാപ്പബിൾ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാപ്പബിൾ ആയിട്ടുള്ളത് ആരെന്നല്ല ചോദിച്ചിട്ടുള്ളത്, ക്യാപ്പബിൾ അല്ലാത്തത് ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കുക മക്കളെ. എക്സാമുകളുടെ ഉള്ളിൽ ആവേശത്തിൽ കയറിയിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്കുള്ള ചില നോട്ടുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മിസ്സായി പോകും. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചതും ലൈക്ക് ക്വസ്റ്റ്യൻ ഇന്റന്റ് ചെയ്യുന്ന നമ്മൾ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനിലേക്ക് വരും. അതൊക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് മാർക്ക് നഷ്ടപ്പെടുത്തും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷേ എക്സാമിന് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ മിസ്റ്റേക്ക് പറ്റിയത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലായിരിക്കും. അപ്പൊ ശ്രദ്ധയോട് കൂടിയിട്ട് മൈൻഡ് പക്ക ഫോക്കസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? ലൈക്ക് ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇനി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിന് എന്താവും? LLPയിൽ പാർട്ട്ണർ ആവാം. പക്ഷേ ഈ താഴെ പറയുന്ന ആളുകൾ എന്താവില്ല? ക്യാപ്പബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾ എന്താണ്? അൺസൗണ്ട് മൈൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ഇൻസോൾവെന്റ്, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ്. പക്ഷേ ആപ്ലിക്കേഷൻ ഇപ്പോൾ എന്താണ്? പെൻഡിങ്ങിലാണ്. ഈ ആളുകൾക്ക് ഒന്നും തന്നെ LLPയിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. ക്ലിയർ? അൺസൗണ്ട് ആയിട്ട് കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള പേഴ്സൺസ്, അതുപോലെ ഇൻസോൾവെന്റ് ആയിട്ട് ഡിസ്ചാർജ് ആവാത്ത അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്, അതുപോലെ ഇൻസോൾവെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ്. അയാൾ തന്നെ ഇൻസോൾവെന്റ് ആവാൻ വേണ്ടി പോകണം. ഇനിയിപ്പോ കഷ്ടപ്പെട്ട ആളെ പിടിച്ച് LLPയിലെ പാർട്ണർ ആക്കണോ? വേണ്ട, വെറുതെ നിൽക്കണ്ടല്ലോ. പെർമിറ്റ് ചെയ്യുന്നില്ല. LLPയിൽ അയാൾക്ക് പാർട്ണർ ആവാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ കൊടുത്തൊരാൾക്ക് തന്നെ LLPയിൽ എന്താൻ പറ്റില്ല? പാർട്ണർ ആവാൻ പറ്റില്ല. ക്ലിയർ ആണോ മക്കളെ? സംശയമൊന്നുമില്ലല്ലോടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷന്റെ എഫക്ട്സ് ആണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 14 ആണ് വരുന്നത്. ഓക്കെ, ഒരു LLP രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓൺ രജിസ്ട്രേഷൻ LLP ഷാൾ ബൈ ഇറ്റ്സ് നെയിം ബി ക്യാപ്പബിൾ ഓഫ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവർക്ക് മറ്റുള്ളവരെ സ്യൂ ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അവരെയും സ്യൂ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അതുപോലെ അക്വയർ ചെയ്യാം, ഹോൺ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അല്ലെ? പ്രോപ്പർട്ടീസ് ഡിസ്പോസ് ചെയ്യാം. അത് മൂവബിൾ ആയിക്കോട്ടെ, ഇമ്മൂവബിൾ ആയിക്കോട്ടെ, ടാൻജിബിൾ ആയിക്കോട്ടെ, ഇൻടാൻജിബിൾ ആയിക്കോട്ടെ, എല്ലാം അക്വയർ ചെയ്യാം, ഹോൺ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. അല്ലെ? എല്ലാം ചെയ്യാൻ ആർക്ക് പറ്റും? LLPക്ക് പറ്റും. അല്ലെ? അതുപോലെ തന്നെ വേണമെങ്കിൽ ഹാവിങ് എ കോമൺ സീൽ, അത് വേണമെങ്കിൽ മതി. ഇഫ് ഇറ്റ് ഡിസൈഡ്സ് ടു ഹാവ് വൺ. കോമൺ സീലിന്റെ കേസ് നമ്മൾ കമ്പനിയിൽ പറഞ്ഞതാണ്, ഓപ്ഷണൽ ആണ്. 2015 വന്ന അമെന്റ്മെന്റ് പ്രകാരം കോമൺ സീലിന് എന്താക്കിയിട്ടുണ്ട്? ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. കമ്പനിയുടെ കേസിൽ നമ്മൾ പറയാനുണ്ട് കോമൺ സീലിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2 മാനേജിംഗ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ കമ്പനി സെക്രട്ടറിക്ക് എന്ത് ചെയ്താൽ മതി? സൈൻ ചെയ്താൽ മതി. അല്ലെ? LLPയുടെ കേസിലാണെങ്കിൽ കോമൺ സീൽ മാൻഡേറ്ററി വേണമെങ്കിൽ നമുക്കാവാം. ക്ലിയർ? ഡൂയിങ് ആൻഡ് സഫറിംഗ് സച്ച് അതർ ആക്ട്സ് ആൻഡ് തിങ്സ് ആസ് ബോഡി കോർപ്പറേറ്റ് മേ ലോഫുള്ളി ഡു ആൻഡ് സഫർ. ഒരു ലോഫുൾ ആയിട്ട് ഒരു ബോഡി കോർപ്പറേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആർക്ക് ചെയ്യാൻ പറ്റും? LLPക്ക് രജിസ്ട്രേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മാർക്കിന്റെ ഒരു ചോദ്യം ഇത്രയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരം കൊടുത്തിട്ടുള്ളത്. നിങ്ങളും വെറുതെ ചുമ്മാ ഓവറാക്കി തള്ളിക്കയറ്റണ്ട. ക്ലിയർ? ഇല്ലാത്ത കഥയൊന്നും പറഞ്ഞ് എഴുതണ്ട. എത്രയാണോ റിക്വയർഡ് ആയിട്ടുള്ളത് അത്ര മാത്രം എഴുതിയാൽ മതി. എങ്കിലേ നിങ്ങൾക്ക് 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ പഴയ ഓൾഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മറ്റേ പശുവിനെ പിടിച്ചിട്ട് തെങ്ങിന് കിട്ടും, തെങ്ങിന്റെ കഥ പറയും, ആ ഒരു കളിയൊന്നും ഇവിടെ വേണ്ട.
ഫോക്കസ്ഡ് ആയിട്ട് എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത് അത് മാത്രം ആൻസറിലേക്ക് കൊണ്ടുവരിക. വെറുതെ അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് അവിടുന്ന് ഇവിടുന്ന് വലിച്ച് അനാവശ്യമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ടൈം പെർമിറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊവിഷൻസ് ഒക്കെ കഴിയുന്ന പോലെ എഴുതാം. പക്ഷെ അനാവശ്യമായിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 100 മാർക്കിന് എഴുതാനുള്ള സമയം തന്നെ 3 മണിക്കൂറുള്ളൂ. ക്ലിയർ? അപ്പൊ അതിന് ഇത്രയൊക്കെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, മാർക്കിനനുസരിച്ചിട്ട് ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതും. ക്ലിയർ? ചില കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, സാർ വലിയ മാർക്കിന് ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്ത് ഒരുപാട് എഴുതണം. ലൈക്ക് മാർക്ക് കൂടുതലാണെന്ന് കരുതി നിങ്ങൾ ഇല്ലാത്ത കഥകളൊന്നും എഴുതി എന്ത് ചെയ്യണ്ട, ഫില്ലാക്കാൻ നിൽക്കേണ്ട. ഉള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് അതിന്റെ പ്രൊവിഷനും അതിന്റെ അനാലിസിസും അതിന്റെ കൺക്ലൂഷനൊക്കെ എന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പ്രസന്റ് വേണ്ടിയിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് എന്ത് ചെയ്യേണ്ടതിൽ കുത്തി നടക്കാൻ നിൽക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ റാം ആൻഡ് മിസ്റ്റർ റഹീം ആർ വർക്കിംഗ് ആസ് ടീച്ചേഴ്സ് ഇൻ ഈശ്വർ ചന്ദ് വിദ്യാസാഗർ ഹയർ സെക്കൻഡറി സ്കൂൾ. മിസ്റ്റർ റാമും റഹീം എന്താണ്, ടീച്ചേഴ്സ് ആണ്, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, സ്കൂളിന്റെ പേര് നമുക്ക് റെലവെന്റ് അല്ല. ദേ ജോയിൻലി പർച്ചേസ്ഡ് എ ഫ്ലാറ്റ്. അവർ ജോയിൻലി എന്ത് പർച്ചേസ് ചെയ്തു, ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ആർക്ക് റെന്റിന് കൊടുത്തു, മിസ്റ്റർ ജോൺ റെന്റിന് കൊടുത്തു. It was decided between landlords and tenants that the rent would be 10,000 rupees per month. 10,000 rupees ആയിരിക്കും പെർ മന്ത് റെന്റ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കം ഇൻക്ലൂസീവ് ആയിട്ടാണ്. ആ 10,000 തരുള്ളൂ. ഇലക്ട്രിസിറ്റി ബില്ല് ആരടക്കണം, ലാൻഡ് ലോഡ് അടക്കണം എന്നുള്ള രീതിയിലാണ് എഗ്രിമെന്റ് വരുന്നത്. It means electricity will be paid by landlords. The landlords by mistake did not pay the electricity bill for the month of March 2023. Landlords എന്ത് ചെയ്തില്ല, മിസ്റ്റേക്ക് ലൈക്ക് ഒരു മറന്നു പോയിട്ടോ എന്തോ അവരെന്ത് ചെയ്തില്ല, മാർച്ച് മാസത്തിന്റെ ബില്ല് പേ ചെയ്തില്ല. ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു, കണക്ഷൻ കട്ട് ചെയ്തു. മിസ്റ്റർ ജോൺ എന്ത് ചെയ്യേണ്ടി വന്നു, ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ടി വന്നു. 2,800 200 rupees പെനാൽറ്റി അടക്കേണ്ടി വന്നു. ക്ലിയർ? ഈ ജോൺ എന്ത് ചെയ്തു, ഈ 3,000 rupees ആരോട് ചോദിച്ചു, മിസ്റ്റർ റാമിനോട് ചോദിച്ചു. പക്ഷെ റാം പറഞ്ഞ എന്താണ്, അയാൾ ലേബിൾ ആവുന്നത് 1,500 മാത്രമാണ്, ബാക്കി 1,500 അയാൾ ലേബിൾ ആവില്ല എന്നാണ് റാമു പറഞ്ഞത്. പക്ഷെ ജോൺ പറഞ്ഞത് റാമും റഹീമും എന്താണ്, പാർട്ട്നേഴ്സ് ആണ്. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പാർട്ട്ണർ അടുത്ത് വേണമെങ്കിലും ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ആര് പറയുന്നത്, മിസ്റ്റർ ജോൺ പറയുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ അങ്ങനെയാണല്ലോ, ആരടുത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. കാരണം പാർട്ട്ണർഷിപ്പിലെ ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജോയിന്റ്ലി ആൻഡ് സെപ്പറേറ്റ്ലി ലാബിൾ അല്ല. അപ്പൊ പറ്റും. ഇയാൾ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആണ്, ഫുൾ എമൗണ്ട് ഏത് പാർട്ട്ണറോടും ചോദിക്കാന്നാണ് പറയുന്നത്. Explain whether under the provisions of the Indian Partnership Act, Mr. Ram is liable to pay whole amount of 3,000, Mr. John. Mr. John 3,000 rupees-ന്റെ whole amount മിസ്റ്റർ റാം പേ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പറ, ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ, റാം ആ 3,000 പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? പറ 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 പറ. ചാറ്റ് ബോക്സിൽ പറ പറ. പറ മക്കളെ, റാമ 3,000 rupees ഫുള്ളി പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോടാ? അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? പറ പറ, ചാറ്റ് ബോക്സിൽ പറ പറ. അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? എന്താ മക്കളെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വെരി ഗുഡ്, അമൃത ഗുഡ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അവിടെ പാർട്ട്ണർഷിപ്പ് ഇല്ല, അത് കോ ഓണർഷിപ്പ് അല്ലേ? എന്താ മക്കളെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ persons who have agreed to share profits. Profits of what? Profits of business. Business ആരാ carry on ചെയ്യുന്നത്? Carried on by all or any of them acting for all. Clear? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺസിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള റിലേഷൻ ആണ്. അവർ എന്താ എഗ്രി ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റ്സ് ഷെയർ. എന്തിന്റെ പ്രോഫിറ്റ്സ്? ബിസിനസിന്റെ പ്രോഫിറ്റ്സ്. ഇത് ആരെ കണ്ടക്ട് ചെയ്യുന്നത്? ക്യാരിഡ് ഓൺ ബൈ ഓൾ ആവാം, അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ ആവാം. ക്ലിയർ? അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ വേണം? അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ ഓൾ ദി പേഴ്സൺസ്. അതുപോലെ എഗ്രിമെന്റ് എന്തായിരിക്കണം? ടു ക്യാരി ഓൺ സം ബിസിനസ് ആയിരിക്കണം. അവർക്കിടയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേടാ? On the basis of above provisions and facts provided in the question, Mr. Ram and Mr. Rahim cannot be said under partnership as they are teachers in a school and just purchased a flat jointly. Clear? ഈ പ്രൊവിഷൻസ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് on the basis of above provisions and facts provided in the question, റാമു റഹീം എന്തല്ല പാർട്ട്ണർഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കിടയിൽ എന്ത് മാത്രമാണ്? അവർ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നുള്ള ഒറ്റ കാരണത്തിന് ഇവർ ഒരു പാർട്ട്നേഴ്സ് ആവുന്നില്ല. അവരെന്താണ്? ജോയിന്റ് ഓണേഴ്സ് ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ബൈ മിയർലി ഗിവിംഗ് ദ ഫ്ലാറ്റ് ഓൺ റെന്റ്, ദേ ആർ നോട്ട് ഡൂയിങ് എനി ബിസിനസ്. അവർ ഇൻകം എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഷെയർ ചെയ്യുന്നു മാത്രം. ക്ലിയർ? കോ ഓണർഷിപ്പ് ആണ് അവിടെ ഉള്ളത്. ക്ലിയർ? അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പാർട്ട്ണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ജോണിന് കംപ്ലീറ്റ് എമൗണ്ട് ആരോട് ചോദിക്കാൻ പറ്റില്ല? റാമിനോട് ചോദിക്കാൻ. റാം എത്ര മാത്രം പേ ചെയ്താൽ മതി? 1,500 മാത്രം പേ ചെയ്യുന്നത്. ബാക്കി ആരുടെ നിന്ന് വാങ്ങാം? റെസ്റ്റ് 1,500 റഹീമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഓക്കേടാ? ക്ലിയർ അല്ലടാ?
Okay, next question. Explain in detail the circumstances which led to liability of firm for misapplication by partners as per provisions of the Indian Partnership Act 1932. Indian Partnership Act provisions പ്രകാരം പാർട്ണറുടെ മിസ്അപ്ലിക്കേഷനിൽ ഫേമിന് വരുന്ന ലയബിലിറ്റിയുടെ സിറ്റുവേഷൻ രണ്ട് സിറ്റുവേഷൻ വരുന്നുണ്ട് അല്ലെ. സെക്ഷൻ 27 ആണ് ഡീൽ ചെയ്യുന്നത്. അതിൽ രണ്ട് ക്ലോസസ് വരുന്നുണ്ട്. ക്ലിയർ? ലൈക്ക് രണ്ട് കാറ്റഗറീസ് ഓഫ് കേസസ് അവിടെ വരുന്നുണ്ട് മിസ്അപ്ലിക്കേഷൻ ഓഫ് മണിയിൽ. ആദ്യം വരുന്ന ക്ലോസ് എ എന്താ പറയുന്നത്? covers the case where a partner acts within his authority. പാർട്ണറുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? He receives money or property belonging to a third party. തേർഡ് പാർട്ടിയിൽ നിന്ന് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? അയാൾ റിസീവ് ചെയ്തു അയാളുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട്. എന്നിട്ട് ആ പൈസ അയാൾ ലൈക്ക് ആ പൈസ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അയാൾ എന്ത് ചെയ്തു? മിസ്അപ്ലൈ ചെയ്തു. ക്ലിയർ? ഇതാണ് ക്ലോസിംഗ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ? മണി അയാളുടെ കയ്യിലേക്ക് ഡയറക്ട്ലി വന്നതല്ല. ക്ലിയർ? ഈ പറയുന്ന സിറ്റുവേഷനിൽ അതോറിറ്റിയിൽ നിന്ന് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിസീവ് ചെയ്തുള്ള സിറ്റുവേഷനിൽ ആ മണി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആക്ച്വലി ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ക്ലോസ് ബി പറയുന്നത് എന്താ? മണി ഓർ പ്രോപ്പർട്ടി ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് വന്നു എന്നിട്ട് പാർട്ണർ എന്ത് ചെയ്തു? മിസ്അപ്ലൈ ചെയ്തു. ക്ലിയർ? ഫസ്റ്റ് ക്ലോസ് എയിൽ പറയുന്നത് ഒരു പാർട്ണർ അയാളുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിസീവ് ചെയ്തു. ഇത്തരം സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി വരേണ്ട ആവശ്യമില്ല. ക്ലിയർ? അതുപോലെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് മണി ഒരു പ്രോപ്പർട്ടി വന്നു എന്നിട്ട് പാർട്ണർ മിസ്അപ്ലൈ ചെയ്തു. ക്ലിയർ? ഈ രണ്ട് സിറ്റുവേഷൻസിലും ഫേം എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. ക്ലിയർ? രണ്ട് സിറ്റുവേഷൻസിലും ക്ലോസ് എ ആയിക്കോട്ടെ ക്ലോസ് ബി ആയിക്കോട്ടെ രണ്ട് സിറ്റുവേഷൻസിലും ഫേം ആ മിസ് അപ്ലിക്കേഷന് തേർഡ് പാർട്ടിക്ക് അഗേൻസ്റ്റ് എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫേം അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്ലിയർ? സംശയമില്ല എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 27 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ക്ലിയർ ആണോ? പാർട്ണറിന്റെ മിസ് അപ്ലിക്കേഷൻ ആണ്. പൈസ അടിച്ചു മാറ്റൽ പരിപാടികളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് വരിക. ക്ലിയർ? ഒന്ന് അതോറിറ്റിയിൽ നിന്നുകൊണ്ട് പൈസ റിസീവ് ചെയ്തിട്ട് മിസ് അപ്ലൈ ചെയ്തു ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് വരണമെന്ന് പോലും നിർബന്ധമില്ല. അല്ലാണ്ട് മിസ് അപ്ലൈ ചെയ്താൽ തന്നെ ഫേം ലയബിൾ ആയിരിക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ ഫേമിന്റെ കസ്റ്റഡിയിലേക്ക് വന്നു. ഉദാഹരണത്തിന് ഡ്രോയർ എന്നൊക്കെ പിന്നെ പൈസ എടുത്തുകൊണ്ട് പോയി. ക്ലിയർ? ആ സിറ്റുവേഷനിലാണെങ്കിൽ ഫേം എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലടാ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. മിസ്റ്റർ ആർ, ഇതൊരു കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. മിസ്റ്റർ ആർ, എ മാനുഫാക്ചർ ഓഫ് ടോയ്സ്, അപ്രോച്ച്ഡ് MNO പ്രൈവറ്റ് ലിമിറ്റഡ് for supply of raw material worth rupees 1,50,000. Mr. R was offered a credit period of 1 month. 1 month credit period കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ആറാണ് ഇവിടെ സെല്ലർ അല്ലെങ്കിൽ മാനുഫാക്ചർ എന്ന് പറയുന്നത്. Mr. R went to the company prior to the due date and Mr. C, an employee at the billing counter, who convinced the farmer that the payment can be made to him as the billing cashier is on leave. ആർ അവിടെ പോയി. അപ്പൊ കണ്ടത് ആരെയാണ്? സീനെയാണ് കണ്ടത്. മിസ്റ്റർ സീനെയാണ് കണ്ടത്. അവിടുത്തെ എംപ്ലോയി. അയാൾ പറഞ്ഞു ബില്ലിംഗ് കൗണ്ടറിലെ ആൾ ക്യാഷർ എന്ന് ലീവാണ്, എന്റെ കയ്യിൽ തന്നാൽ മതി എന്നാര് പറഞ്ഞു? സി പറഞ്ഞു. ആർ എന്ത് ചെയ്തു? പേയ്മെന്റ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള റെസീപ്റ്റും ആര് കൊടുത്തു? മിസ്റ്റർ സി ആറിന് കൊടുത്തു. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ആറിന് എന്ത് കിട്ടി? റിക്കവറി നോട്ടീസ് കിട്ടി. കമ്പനിയിൽ നിന്ന് 1,50,000 പേ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നോട്ടീസ് കിട്ടി. ഇയാൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ള ആളുടെ എംപ്ലോയി എന്ത് ചെയ്തു? അയാളാണ് അവിടെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് ആ എംപ്ലോയിയുടെ കയ്യിൽ പേയ്മെന്റ് കൊടുക്കുകയും അതിന്റെ സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള റെസീപ്റ്റ് റിസീവ് ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ് ആര്? മിസ്റ്റർ ആർ എന്ന് പറയുന്നത്. ഓക്കെ. Mr. R informed the company that he had already paid the above amount and being an outsider had genuine reason to trust Mr. C, who claimed to be an employee and had issued him a receipt. ആർ കമ്പനി ഇൻഫോം ചെയ്തു ഇയാൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. സീനെ വിശ്വസിക്കാൻ വേണ്ട ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതെല്ലാം ഓക്കെയാണ്. അയാളെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് ആര് പറയുന്നത്? മിസ്റ്റർ ആർ പറയുന്നത്. ബട്ട് സ്റ്റിൽ എന്നിട്ടും കമ്പനി എന്ത് ചെയ്തു? മിസ്റ്റർ ആറിന് അഗേൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്തു ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഡ്യൂസ് പേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും സ്യൂട്ട് ഫയൽ ചെയ്തു. ഈ സ്യൂട്ടിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദി ഫേറ്റ് ഓഫ് ദി സ്യൂട്ട് ആൻഡ് ദ ലയബിലിറ്റി ഓഫ് മിസ്റ്റർ ആർ ടുവേർഡ്സ് കമ്പനി ആസ് ഓൺ കറന്റ് ഡേറ്റ് ഇൻ കൺസണൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2030. ആറ് ആ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഈ സ്യൂട്ടിന്റെ ഫേറ്റ് എന്താവും എന്നുള്ളതൊക്കെയാണ് ചോദ്യം. Would an answer be different if receipt under the company seal was not issued by Mr. C after receiving payment? പേയ്മെന്റ് റിസീവ് ചെയ്ത സമയത്ത് ആ ഒരു പർട്ടിക്കുലർ എന്താ പറയാ റെസിപ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻടു ദി ആൻസർ. Fate of the suit and the liability of Mr. R towards the company. Fate of the suit and the liability of Mr. R towards the company. ഇപ്പോൾ ഡിസ്കഷൻ വരുന്നത് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. According to the doctrine of indoor management, the outsiders are not deemed to have notice of the internal affairs of the company. Doctrine of indoor management പ്രകാരം പറയുന്നത് പുറത്തുള്ള ആളുകൾ കമ്പനിയിലെ ഇന്റേണൽ അഫയേഴ്സ് എങ്ങനെ നടക്കുന്നുള്ളൂ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം പോയി ചെന്ന് നോക്കാൻ പറ്റും. അൾട്രാവയർസീസ് ഓക്കെ, അവരുടെ പവറിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ മോഡൽ മെമ്മറാണ്ടം എന്താണ് ലൈക്ക് പബ്ലിക് ഡോക്യുമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഒക്കെ ഓക്കെ. പക്ഷെ
ഇൻഡോർ മാനേജ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ അവരുടെ ഇന്റേണൽ അഫയേഴ്സ് ഒന്നും നമ്മൾ ഡീപ്പായിട്ട് ചെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. നമുക്ക് അത് അറിഞ്ഞിരിക്കണം നിർബന്ധമുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ലല്ലോ. ക്ലിയർ? They are entitled to assume that the acts of the directors or other officers of the company are validly performed. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? അവിടെ അവരുടെ ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസിന്റെ ആക്ട് ഒക്കെ എന്താണ് അവർ വാലിഡ്ലി പെർഫോം ചെയ്യുന്നു എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്യാം. ക്ലിയർ? അത് അവരുടെ അപ്പാരന്റ് അതോറിറ്റിയുടെ സ്കോപ്പിൽ വരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ so long as an act is valid under the articles if done in a particular manner and outside dealing with the company is entitled to assume that it had been done in the manner required. അവർ സ്വാഭാവികമായിട്ടും ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ മിസ്റ്റർ ആറിന്റെ കേസിൽ അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരുടെ എംപ്ലോയി ഉണ്ടായിരുന്നു, അവരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു, പേയ്മെന്റ് കൊടുത്തു, അതിന്റെ പേയ്മെന്റിലേക്ക് സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള റെസീപ്റ്റ് കിട്ടി. ക്ലിയർ? അൺയൂഷ്വൽ ആയിട്ടൊന്നുമില്ല. ക്ലിയർ? ഇതാണ് ഇൻഡോർ മാനേജ്മെന്റ് റൂളും പറയുന്നത്. ക്ലിയർ? അപ്പൊ കമ്പനിയുടെ ഇൻഡോർ അഫയേഴ്സ് ആരുടെ പ്രശ്നമാണ്? കമ്പനിയുടെ പ്രശ്നമാണ്. അതൊന്നും ഔട്ട്സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ എല്ലാം കൂടെ പുറത്തുള്ള ആൾക്കാർ നോക്കൂ. ക്ലിയർ? അത് കമ്പനി നോക്കണം. പുറത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ അൺയൂഷ്വൽ ആയിട്ടൊന്നും കാണാത്ത സിറ്റുവേഷനിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താകുന്നില്ല, ഇഷ്യൂ വരുന്നില്ല. ക്ലിയർ? ഇത് തന്നെയാണ് നമ്മുടെ ടർക്കൻ റൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ത് ചെയ്യാനുണ്ട് പറയാൻ. റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്കൻ എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു കേസ് ലോയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഇൻഡോർ മാനേജ്മെന്റ് നമ്മൾ ടർക്കൻ റൂൾ എന്നും പറയാറുണ്ട്. ക്ലിയർ? എന്താണ് കേസ് ലോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, കിടക്കുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻ ദി ഇൻസ്റ്റന്റ് കേസ് ആരെന്താവില്ല, ലാബിൾ ആവില്ല, നോട്ട് ലാബിൾ ടു പേ ദി എമൗണ്ട്. കാരണം എന്താ? അവിടെ ജെന്യൂൻ റീസൺസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ സീനിയർ ട്രസ്റ്റിംഗ്, കാരണം ഇയാൾ എംപ്ലോയി അയാളുടെ സ്കോപ്പിൽ നിന്നുകൊണ്ട് ചെയ്തെന്നുള്ള വിശ്വാസം ഉണ്ടാവില്ല. കമ്പനി ഹു ഹാഡ് ഇഷ്യൂഡ് ഹിം എ സൈൻഡ് ആൻഡ് സീൽഡ് റെസിപ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു ഔട്ട്സൈഡറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സസ്പീഷ്യസ് ആയിട്ടൊന്നും വരുന്നില്ലല്ലോ. ക്ലിയർ? അതുകൊണ്ട് തന്നെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 1,50,000 പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് പ്രിവിലേജ് ഉണ്ട്. കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോബ്ലം ആണ്, അല്ലാതെ ഔട്ട്സൈഡറിന്റെ പ്രോബ്ലം അല്ല. ക്ലിയർ ആണോ? ഇതിന്റെ എക്സെപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എക്സെപ്ഷനിൽ നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് സസ്പീഷൻ ഓഫ് ഇറഗുലാരിറ്റി. അവിടെ എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻഡോർ മാനേജ്മെന്റ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നെഗ്ലിജന്റ്ലി ബിഹേവ് ചെയ്യുന്ന ആളുകളെ ഒരു രീതിയിലും ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, റിവാർഡ് ചെയ്യുന്നില്ല. നെഗ്ലിജന്റ് അശ്രദ്ധയോടുകൂടി പെരുമാറുന്ന ആൾക്ക്. അതുപോലെ നെസസറി എൻക്വയറി നടത്തേണ്ട ഉത്തരവാദിത്തം ഔട്ട്സൈഡറുകളിൽ ഡ്യൂട്ടി ഉള്ള സിറ്റുവേഷൻസിൽ. ക്ലിയർ? ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകും. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ഒരു എൻക്വയറി നടത്താനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ക്ലിയർ? അതൊന്നും നടത്താതെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇൻഡോർ മാനേജ്മെന്റ് പറയാൻ പറ്റില്ല. ഇവ റെസിപ്റ്റ് അണ്ടർ ദ കമ്പനി സീൽ വാസ് നോട്ട് ഇഷ്യൂഡ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞുള്ള സിറ്റുവേഷൻ എടുക്കുക. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ സൈൻഡ് ആൻഡ് സീൽഡ് ആയിട്ടുള്ള റെസിപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താവുന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ള ഉത്തരമാണ് അവിടെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആരെന്തായിരിക്കും, ലാബിൾ ടു പേ ആയിരിക്കും. ക്ലിയർ? അത് അവിടെ സ്വാഭാവികമായിട്ടും 1.5 ലക്ഷം രൂപയുടെ ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ മിനിമം നമ്മൾ റെസിപ്റ്റ് എങ്കിലും റിസീവ് ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ റിസീവ് ചെയ്തില്ലേ അവിടെ നമ്മൾ നെഗ്ലിജന്റ്ലി ആണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അത് ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എക്സെപ്ഷനിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ മാനേജ്മെന്റ് പ്രിവിലേജ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ 1,50,000 വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. ക്ലിയർ? അഥവാ അങ്ങനെ ലൈക്ക് നോട്ടീസ് ഒന്നും തരുന്നില്ലെങ്കിൽ, ലൈക്ക് റെസീറ്റ് ഒന്നും തരുന്നില്ലെങ്കിൽ അത് സസ്പീഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? വേണ്ട നെസസറി എൻക്വയറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. അപ്പൊ അതൊന്നും ചെയ്യാതെ നമ്മൾ ആ പൈസയും കൊടുത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലൈക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ എമൗണ്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. ക്ലിയർ? സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വർക്ക് ബുക്ക് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൺസിഡറേഷനെ ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ കൺസിഡറേഷന്റെ ലീഗൽ റൂളും പഠിച്ചു കഴിഞ്ഞാൽ പക്ക ഫുൾ ആൻസർ ലൈക്ക് മാർക്ക് കിട്ടുന്ന ചോദ്യമാണ്. ക്ലിയർ? അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആദ്യം കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2D ആണ് അല്ലെ. When at the desire of the promiser, at the desire of the promiser, the promisee അല്ലെങ്കിൽ any other person has done or abstained from doing, or does or abstains from doing, or promises to do or abstain from doing something, such an act അല്ലെങ്കിൽ ആബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു പ്രോമിസിനെ നമ്മൾ എന്ത് പറയുന്നത്? കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ് എന്ന് പറയുന്നത് അല്ലെ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതാവാം, ചെയ്യാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെ പ്രോമിസ് കൊടുക്കുന്നതാവാം അല്ലെ. ആക്ട് ആവാം, ആബ്സ്റ്റിനൻസ് ആവും. രണ്ട് കൺസിഡറേഷൻ നമ്മൾ ക്ലാസ്സിൽ പറയണം. ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുന്നു അല്ലെ, അവിടെ ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതും നമുക്കൊരു കൺസിഡറേഷൻ അല്ലേ. ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്. അതും എന്താണ്? കൺസിഡറേഷൻ. അപ്പൊ ആക്ട് ആവാം, ആബ്സ്റ്റിനൻസ് ആവും. ഇതിന്റെ ലീഗൽ റൂൾസിലേക്ക് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദി ഡിസയർ ഓഫ് ദി പ്രോമിസർ. നമുക്ക് തോന്നിയതല്ല കൊടുക്കേണ്ടത്. പ്രോമിസർ എന്താണോ ഡിസയർ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ കൺസിഡറേഷന് മറ്റു എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു കേസിലോ
നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ചിന്നയ്യ വേഴ്സസ് രാമയ്യ. ക്ലിയർ? അമ്മയുടെ കയ്യിൽ നിന്ന് ലാൻഡ് കിട്ടി, അങ്കിളിന് ആനുവിറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കേസിലുണ്ടല്ലോ, ആനുവിറ്റി ലൈക്ക് മകള് കൊടുത്തില്ല, ലൈക്ക് കോർട്ട് കേസിൽ എത്തിയപ്പോൾ അങ്കിളുടെ സൈഡിൽ നിന്നും ലൈക്ക് പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ എപ്പോഴും കൺസിഡറേഷൻ എന്ത് ചെയ്യണമെന്നില്ല, പ്രോമിസിയിൽ നിന്നും തന്നെ വരണമെന്നില്ല, അത് ഏതെങ്കിലും എനി അതർ പേഴ്സണൽ തേർഡ് പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും വാലിഡ് കൺസിഡറേഷൻ ആണെന്നുള്ള ഒരു ജഡ്ജ്മെന്റ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, പ്രോമിസിയിൽ നിന്നാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സന്റെ സൈഡിൽ നിന്നാവാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ കൺസിഡറേഷൻ എക്സിക്യൂട്ടഡ് ആവാം, എക്സിക്യൂട്ടറി ആവാം. ക്ലിയർ? സ്പോട്ടിൽ നമ്മൾ ലൈക്ക് പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ലൈക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പ്രോമിസ് കൊടുക്കുന്നതാണെങ്കിൽ അത് എക്സിക്യൂട്ടറി ആയിരിക്കും. ഓക്കെ, പിന്നെ കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. ക്ലിയർ? ക്ലിയർ? ഈ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ലൈക്ക് ഈ നോ കൺസിഡറേഷൻ ഓഫ് കോൺട്രാക്റ്റിൽ പ്രോമിസ് ടു പേ ലൈക്ക് വോളണ്ടറി ആയിട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോമിസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ലൈക്ക് നോ കൺസിഡറേഷൻ ഓഫ് കോൺട്രാക്റ്റിലേക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ MTP സെഷനിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ഓക്കെ, ഒരു പാസ് വോളണ്ടറി സർവീസിന് ലൈക്ക് പേ ചെയ്യാന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻ. ക്ലിയർ? ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്ത ആളുകൾ ആ ഏരിയക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് പോകട്ടെ. നോ കൺസിഡറേഷൻ ഓഫ് കോൺട്രാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണം നിർബന്ധമുണ്ടോ? ഇപ്പൊ ഒരു 2-3 ഡേയ്സ് മുന്നേ എന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണം നിർബന്ധം ഇല്ലേന്ന്. കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണം നിർബന്ധം ഉണ്ടോടാ? കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞത് എന്താ? ക്വിഡ് പ്രോ ക്വോ, സംതിങ് ഇൻ റിട്ടേൺ ഓർ സംതിങ് ഫോർ സംതിങ്. സംതിങ് ഇൻ റിട്ടേൺ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. ആഡിക്വേറ്റ് ആണെന്ന് ആരും പറയുന്നില്ല, കോൺട്രാക്ട് പറയുന്നില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ലീഗലി പെർഫോം ചെയ്യാൻ ബൗണ്ട് ആയിട്ടുള്ള കാര്യമാവാൻ പാടില്ല. പെർഫോമൻസ് ഓഫ് വൺ ഈസ് ലീഗലി ബൗണ്ട് ടു പെർഫോം. ഒരു ഗവൺമെന്റ് ഓഫീസിൽ എന്തായാലും ചെയ്യേണ്ട ഒരു ആക്സിഡന്റ്. ക്ലിയർ? അത് ചെയ്യാൻ വേണ്ടി ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു, ലൈക്ക് ബ്രൈബ് ഒക്കെ പോലെ. ക്ലിയർ? അയാൾ ലീഗലി പെർഫോം ചെയ്യാൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലത്. അത് വീണ്ടും അയാൾ പെർഫോം ചെയ്യുന്ന വാലിഡ് കൺസിഡറേഷൻ ആണോ? അല്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ ഓൾറെഡി AAA ആയിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള സമയത്ത് നിങ്ങൾ എനിക്ക് ലൈക്ക് വീണ്ടും പേയ്മെന്റ് എന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയുന്നു. ആ സെയിം ക്ലാസ് തന്നെ നിങ്ങൾ വേറെ പേയ്മെന്റ് തരുന്നത്, അത് ഓൾറെഡി ഞാൻ ലീഗലി പെർഫോം ചെയ്യാൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊന്നും നമുക്കൊരു വാലിഡ് കൺസിഡറേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കൺസിഡറേഷൻ എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം, ഇല്യൂഷറി ആവാൻ പാടില്ല. ലീഗലി ആൻഡ് ഫിസിക്കലി എന്തായിരിക്കണം? പോസിബിൾ ആയിരിക്കണം. ലീഗലി ആൻഡ് ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? അതുപോലെ തന്നെ കൺസിഡറേഷൻ ഒരിക്കലും അൺലോഫുൾ ആവാൻ പാടില്ല, ഇമ്മോറൽ ആവാൻ പാടില്ല, ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൺസിഡറേഷൻ ഒന്നും എന്താവില്ല, വാലിഡ് ആവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ റൂൾസുമായി ബന്ധപ്പെടുത്തി ഡിസ്കസ് ചെയ്യാനുള്ളത്. സംശയമില്ല, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയണടാ മക്കളെ. ഓക്കെ അല്ലടാ? നെക്സ്റ്റ്, 4th A1. Okay, Mr. A, the employer, induced his employee Mr. B to sell his one-room flat to him at less than the market value to secure promotion. Mr. A ആരാണ്? എംപ്ലോയർ ആണ്. എംപ്ലോയിയെ ഇൻഡ്യൂസ് ചെയ്തു. മിസ്റ്റർ ബി ആണ് എംപ്ലോയി. അയാളുടെ റൂം ഫ്ലാറ്റ് സെയിൽ ചെയ്യാൻ പറഞ്ഞു, മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറച്ചിട്ട്. ക്ലിയർ? എന്തിനു വേണ്ടി? ടു സെക്യൂർ പ്രൊമോഷൻ. ക്ലിയർ? മിസ്റ്റർ ബി എന്ത് ചെയ്തു? ആ ഫ്ലാറ്റ് മിസ്റ്റർ എക്ക് അങ്ങനെ സെയിൽ ചെയ്യുകയും ചെയ്തു. ക്ലിയർ? പിന്നീട് ബിന്റെ മൈൻഡ് മാറി, ബോധം വെച്ചു. ക്ലിയർ? അങ്ങനെ മിസ്റ്റർ എനെ സ്യൂ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ആ ലൈക്ക് ഈ കോൺട്രാക്ടിന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ക്ലിയർ? ഇത് ഏത് പ്രൊവിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണെന്ന് മനസ്സിലാവണം മക്കളെ. ഈ ക്വസ്റ്റൻ ഏതുമായിട്ട് കണക്ട് ആവുന്നത്? ഇവിടെ എന്താ വരുന്നത്? പറ. ഇവിടെ കൺസെന്റ് എഫക്റ്റഡ് ആണോ? ഇവിടെ ഫ്രീ കൺസെന്റ് ഉണ്ടോ? ക്ലിയർ? ഇനി ഫ്രീ കൺസെന്റ് ഇല്ലെങ്കിൽ ഇവിടെ എഫക്റ്റഡ് ആയിട്ടുള്ളത് എന്താ? കൊയേഷൻ ആണോ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണോ? ഫ്രോഡ് ആണോ? മിസ്റെപ്രസെന്റേഷൻ ആണോ? മിസ്റ്റേക്ക് ആണോ? പറ. ഏതാ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലേ? അല്ലടാ. കാരണം ഇവിടെ ഇവർക്കിടയിൽ സബ്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ, വൺ ഓഫ് ദ പാർട്ടി എന്താണ്? ഈസ് ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് വിൽ ഓഫ് ദി അതർ അല്ലേ? മാസ്റ്റർ സെർവന്റ് ഒക്കെ പോലെയല്ലേ വരുന്നത്. ക്ലിയർ? ആൻഡ് ഹി യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്ടൈൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ്. ആ പൊസിഷൻ ഉപയോഗിച്ചിട്ട് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. വെരി ഗുഡ്. റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളോട് വളരെയധികം താങ്ക്സ്. ഓക്കെ, നന്നായിട്ട് ചോദിക്കുന്ന സമയത്ത് കഴിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പോട്ടിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ചെറിയൊരു ഡിലേ ഉണ്ടാവും, നമ്മുടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ചാറ്റിൽ വരുന്നതും തമ്മിൽ ചെറിയൊരു ഡിലേ ഉണ്ടാവും. അപ്പം ചിലപ്പോൾ ഞാൻ അത് സ്പോട്ടിൽ ചിലപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ സ്പോട്ടിൽ
ടൈപ്പ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ വെൻ കൺസെന്റ് ആൻഡ് അഗ്രിമെന്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ആ ഒരു കൺസെന്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് സ്വാഭാവികമായിട്ട് എന്താണ് വോയിഡബിൾ ആണ്. എടാ ഇപ്പൊ കൊയേഷന്, അതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അതുപോലെ ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, ഇതിലെല്ലാം കോൺട്രാക്ട് എന്താണ് വോയിഡബിൾ അല്ല. ഇതിലെല്ലാം കോൺട്രാക്ട് എന്താണ് വോയിഡബിൾ ആണ്. അപ്പൊ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? വോയിഡബിൾ ആണ്. ക്ലിയർ? വോയിഡബിൾ ദി ഓപ്ഷൻ ഓഫ് ദി വൺ ഓർ മോർ പാർട്ടീസ് ദാറ്റ് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ ഓർ അതേഴ്സ്, അല്ലെങ്കിൽ വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടീസ് ഹൂസ് കൺസെന്റ് വാസ് സോ കോസ്റ്റ് എന്ന് പറയും അല്ലെ. ഹെൻസ് കോൺട്രാക്ട് ബിറ്റ്വീൻ മിസ്റ്റർ എ മിസ്റ്റർ ബി എന്താണ് വോയിഡബിൾ ആണ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി മിസ്റ്റർ ബി, കാരണം അയാളാണല്ലോ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ by Mr. B A and therefore Mr. B can sue Mr. A. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബി എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റർ എനെ സ്യൂ ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻവാലിഡ് ആക്കാൻ പറ്റും, വോയിഡ് ആക്കാൻ പറ്റും. ഓക്കേടാ, ക്ലിയർ അല്ലടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എസ് പ്രോമിസസ് മിസ്റ്റർ എം ടു പെയിന്റ് എ ഫാമിലി പിക്ചർ ഫോർ ₹20,000 and assures to complete his assignment by 15th March 2023. ക്ലിയർ? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ? റിവിഷനിൽ കേട്ടോ. റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻ. മിസ്റ്റർ സൂരജ്, മിസ്റ്റർ മനോജ് എന്നുള്ള രീതിയിലാണ് പേരെന്ന് മാത്രം. ഇവിടെ മിസ്റ്റർ എസും മിസ്റ്റർ എം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഫാമിലി പിക്ചർ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ₹20,000 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 15th March ഡെലിവറി ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇൻ ബിറ്റ്വീൻ അൺഫോർച്ചുനേറ്റ്ലി മിസ്റ്റർ എസ് ആയി എന്തായി പോയി? പാവം, ഡെഡ് ആയി. ക്ലിയർ? റോഡ് ആക്സിഡന്റിൽ 1st March ഡെത്ത് സംഭവിച്ചു. ക്ലിയർ? അയാളുടെ അസൈൻമെന്റ് എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. മിസ്റ്റർ എമ്മിന് മിസ്റ്റർ എസിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ അതിന് ബൈൻഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? വെരി ഗുഡ്, ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇത് പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ? പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടെ പറ്റുമോ? ഇല്ല. സപ്പോസ് മിസ്റ്റർ പ്രോമിസ് ഡെലിവർ സം ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും, കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഡെലിവർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള 15th March എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലൈക്ക് ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ലേബിൾ ആക്കാൻ പറ്റുമോ? പറ. 10,000 ഫോട്ടോഗ്രാഫ്സ് ഡെലിവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമോ? റെപ്രസെന്റേറ്റീവ് ഒരു ഫോട്ടോഗ്രാഫ്സ് ഇൻ ദി സിറ്റുവേഷൻ പറ. ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ സ്കിൽ ഉണ്ടാവും. ഓൾറെഡി എടുത്ത് വെച്ച ഫോട്ടോഗ്രാഫ് കൊടുക്കാനല്ലേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ അവിടെ പേഴ്സണൽ സ്കില്ലിനൊന്നും ഇൻവോൾവ് ആവാതെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ലൈക്ക് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യേണ്ടി വരും? പെർഫോം ചെയ്യേണ്ടി വരും. ക്ലിയർ? ഇത് ഓൾറെഡി റിവിഷൻ സീരീസിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ. കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ റെസ്പോണ്ട് ഇൻ ദി ചാറ്റ് ബോക്സ്. ഞാൻ ലൈൻ ബൈ ലൈൻ വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ക്ലിയർ? പക്ഷെ ഇത് റിവിഷനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിൽ പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ നമുക്ക് ബൈൻഡിങ് ആക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഫോട്ടോഗ്രാഫ്സിന്റെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിൽ പേഴ്സണൽ സ്കില്ലൊന്നും ഇൻവോൾവ് അല്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ലൈക്ക് എന്ത് ചെയ്യാം? ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ബൈൻഡിങ് ആക്കാൻ പറ്റും. ഞാൻ അതിന്റെ വെരി സിമ്പിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ. ആർക്കെങ്കിലും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ റെസ്പോണ്ട് ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലെ റൂൾസ് ആസ് ടു കോമ്പൻസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. മക്കളെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ക്ലിയർ, അതുപോലെ സ്പെഷ്യൽ കോൺട്രാക്ടുകളുടെ കേസിൽ ഈ അറ്റംപ്റ്റിന്റെ MTPയും RTPയും ഭയങ്കര റെലവെന്റ് ആണ്. ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോക്കണം. ഒരു രീതിയിലുള്ള കോംപ്രമൈസും പറ്റില്ല. ഇതിൽ നിന്ന് ഒരു ഡിക്റ്റോ ചോദ്യം കാലം ചോദിച്ചിട്ട് നിങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നിലൊന്നും വരരുത്. ക്ലിയർ? കാരണം അത്രയും പോസിബിലിറ്റി ഉണ്ട്. കാരണം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പല MTPസിലായിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. എക്സാക്ട്ലി ഇത് സെയിം അല്ലെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പ്രൊവിഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടെങ്കിലും ചോദ്യം എന്ത് ചെയ്യും? വരും. അപ്പൊ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പൊ 138 ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈക്ക് നെഗോഷ്യബിൾ വരുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? ഇപ്പൊ ഈ 117 റൂൾസ് ആസ് ടു കോമ്പൻസേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. പേബിൾ ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ക്ലിയർ? by any party payable to the holder any endorsing covered under the negotiations by 1818. Rules as to compensation ആണ് ഇവിടെ ഡിസ്കഷൻ വരുന്നത്. സെക്ഷൻ 117 ആണ് കേട്ടോ. പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ചെക്കോ ലൈക്ക് ഡിസോണർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പേ ചെയ്യേണ്ടി വരുന്ന കോമ്പൻസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ക്ലിയർ? ലൈക്ക് അതിന്റെ ഹോൾഡർ അല്ലെങ്കിൽ അതിന്റെ എൻഡ് ഓഫ് സി. ക്ലിയർ? ഹോൾഡർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? ആ ഇൻസ്ട്രുമെന്റിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്, ക്ലിയർ, എൻ്റെ എമൗണ്ട് ഡ്യൂ അപ്പോൺ ദി ഇൻസ്ട്രുമെന്റ്. അതുപോലെ തന്നെ
അതിന്റെ എന്തെങ്കിലും എക്സ്പെൻസസ് അത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നോട്ടിങ്ങിനോ പ്രൊട്ടസ്റ്റിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഹോൾഡർക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ചെടുക്കാം. പിന്നെ ഇയാൾ റിസൈഡ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് പ്ലേസിലാണെങ്കിൽ അവിടെ ലൈക്ക് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് കാരണം വന്നിട്ടുള്ള നഷ്ടവും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാങ്ങിച്ച് എടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ. പേബിൾ ആക്കിയിട്ടുള്ളതും ലൈക്ക് ഇയാൾ റിസൈഡ് ചെയ്യുന്നതും ഡിഫറെന്റ് ലൊക്കേഷൻസിലാണെങ്കിലാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. അതുപോലെ ഇതിന് ലേബിൾ ആയിട്ടുള്ള എൻഡോസർ ആരാണ്, എൻഡോസി ആരാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ക്ലിയർ. എൻഡോസ് ചെയ്ത് കൊടുത്ത എൻഡോസർ ലൈക്ക് ഇയാൾ പേ ചെയ്യാത്തതിന്റെ കറസ്പോണ്ടിങ് ലയബിളായിട്ടുള്ള പ്രൈമറി ലയബിലിറ്റിയുള്ള പേഴ്സൺ പേ ചെയ്യാത്തതിന്റെ പേരിൽ എൻഡോസർ എങ്ങാനും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് മേടിക്കാം, ഇൻട്രസ്റ്റ് മേടിക്കാം അറ്റ് ദ റേറ്റ് ഓഫ് 18% പെർ ആനം ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് കൊടുത്ത അന്ന് മുതൽ 18% ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ആർക്ക്? എൻഡോസർക്ക്. ക്ലിയർ. അതുപോലെ തന്നെ ഇനി എൻഡോസർ റിസൈഡ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് പ്ലേസിലാണെങ്കിൽ അവിടെ ആ ഒരു പർട്ടിക്കുലർ എൻഡോസർക്ക് എന്തും വാങ്ങിക്കാം. ഈ കറന്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിന്റെ ആ ഒരു ഡിഫറൻസസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഈ പാർട്ടി എൻറ്റൈറ്റിൽ കോമ്പൻസേഷൻ മേ ഡ്രോ എ ബിൽ അപ്പോൺ ദി പാർട്ടി ലയബിൾ ടു കോമ്പൻസേറ്റ് ഹിം പേബിൾ അറ്റ് സൈറ്റ് ഓൺ ഡിമാൻഡ്. ഓൺ ഡിമാൻഡോ അല്ലെ പേബിൾ അറ്റ് സൈറ്റോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, ഒരു പുതിയ ബില്ലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യാൻ പറ്റും. ആർക്ക്? എല്ലാ എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിസോണർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റും അതിന്റെ പ്രൊട്ടസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, അക്കമ്പനി ചെയ്ത് വെക്കണം. ക്ലിയർ ഉണ്ടെങ്കിൽ. ഓക്കെ. ഇനി ആ ബില്ല് ഡിസോണർ ആയാലോ? ക്ലിയർ. ഇപ്പൊ നമുക്ക് ലൈക്ക് ഒരു ബില്ല് ഡിസോണർ ആയി 16 രൂപ കിട്ടാനുണ്ടായിരുന്നത്, അതിന് വേറെ എക്സ്പെൻസും ലൈക്ക് അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസും ലൈക്ക് അതിന്റെ എൻഡോസർക്ക് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് അങ്ങനെ എല്ലാം കൂടെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ എമൗണ്ട് എല്ലാം കൂടെ ലൈക്ക് ഒരു 12,000 ലൈക്ക് ഫോർ എക്സാമ്പിൾ 12,000 എന്ന് പറയാം, 10,000 12,000 അതിന് പുതിയ ബില്ല് ഇറക്കി, അതും ഡിസോണർ ആയ എന്ത് ചെയ്യും, ഈ സെയിം പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യും, ഈ രീതിയിൽ തന്നെ എല്ലാ കോമ്പൻസേഷനും എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. ക്ലിയർ. ആ ഡിസോണർ ചെയ്യുന്ന പേഴ്സൺ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒറിജിനൽ ബില്ല് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യും, വീണ്ടും കോമ്പൻസേഷന്റെ കാര്യങ്ങളെല്ലാം കയറി വരും. ക്ലിയർ. സെക്ഷൻ 170 റൂൾസ് ആസ് ടു കോമ്പൻസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തിട്ട് ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോണേ. ക്ലിയർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എക്സാമിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ശരിക്കും ഒരു 2 ഡേയ്സിന്റെ ഒരു സമയം ശരിക്കും വരുന്നുണ്ട്. നമ്മള് ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഒരു 2 ഡേയ്സിന്റെ അടുത്തൊരു സമയം ശരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഇന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ ഇന്നൊരു നൈറ്റ്, നാളെ ഒരു ഫുൾ ഡേ, ലൈക്ക് മറ്റന്നാൾ ഉച്ച വരെയുള്ള ഒരു സമയം എന്നൊക്കെയുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും സമയം വരുന്നുണ്ട്. അപ്പൊ അത് നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. എക്സാമിന് തൊട്ട് മുന്നുള്ള ദിവസം സ്ലീപ്പ് കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഓരോരുത്തർക്ക് പേഴ്സണലി ഓരോരുത്തർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഒരുപാടൊന്നും ഉറങ്ങേണ്ട, ആവശ്യത്തിന് മാത്രം സഫീഷ്യൻ സ്ലീപ്പ് എടുത്തിട്ട് ബാക്കി സമയം കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. മറക്കുന്നു തോന്നുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് എക്സാമിന് തൊട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് ആദ്യം വെച്ചിട്ട് പോവാം. ജസ്റ്റ് ഒന്ന് കയറുന്നതിന് മുമ്പ് ഒന്ന് നോട്ട് ചെയ്യുക. ഫ്രീ ആയിട്ട് മൈൻഡ് നല്ല കൂളാക്കിയിട്ടാണ് എക്സാം ഹാളിൽ കയറേണ്ടത്. ആദ്യം മറന്നു പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യുക, പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, ഒരു ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ്. കമ്പാരിറ്റീവ്ലി IRF ഈ ക്വസ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ലൈക്ക് അറിയില്ല, ഇതിനേക്കാളും ചോദിക്കാൻ സാധ്യതകളുള്ള മുന്നത്തെ MTP ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതും ചോദിച്ചേക്കാം, എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യും. കോർപ്പറേറ്റ് അഫയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യന്റെ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു മിനിസ്ട്രി ആണ് അല്ലെ, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 അതുപോലെ LLP ആക്ടിനൊക്കെ ഗവൺ ചെയ്യുന്നൊക്കെ MC ആണ്. ഇവരുടെ സൈറ്റ് ത്രൂ ആണ് നമ്മൾ LLPയുടെ ഇൻകോർപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഇതൊക്കെ ഇതുമായി കണക്റ്റഡ് ആണ്. ഇന്ത്യൻ എന്റർപ്രൈസസിന്റെ റെഗുലേഷൻ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ക്ലിയർ. സിവിൽ സർവൻസിനെ വെച്ചിട്ടാണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ഇവർ ഇത് റൺ ചെയ്യുന്നത്. അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ ത്രൂ ആണ്, UPSC എക്സാംസ് ഒക്കെ ത്രൂ ആണ് ഇതിലേക്ക് വേണ്ട ആളുകൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതായത് DGCOA എന്ന് പറയുന്ന പോസ്റ്റാണ്. ലൈക്ക് ഇത്രയും കാര്യങ്ങളാണ് കോർപ്പറേറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ഹോം അഫയേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ആണ്. ക്ലിയർ. ഇന്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണ് മെയിൻലി റെസ്പോൺസിബിൾ. അത് ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ഡൊമസ്റ്റിക് പോളിസിക്കൊക്കെ റെസ്പോൺസിബിൾ ആവുന്ന പേഴ്സൺ, ലൈക്ക് നമ്മുടെ സെക്യൂരിറ്റി, ഡിഫൻസ് ഇതെല്ലാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇത് ഹെഡ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഹോം അഫയേഴ്സിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറയില്ലേ. ക്ലിയർ. ഓക്കേടാ. ഇത് പറഞ്ഞ പോലെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആകെ ചെറിയ ഒരു ചാപ്റ്റർ ആണ്. സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ. ഒരു കാരണവശാലും അത് ലൈക്ക് ഇമ്പോർട്ടൻസ് കുറവാണെന്ന രീതിയിൽ നെഗ്ലിജന്റ് ആയിട്ട് കാണരുത്. 6 മാർക്കിന്റെ ചോദ്യം വരും, ഉറപ്പായിട്ടും വരും. 6 മാർക്കിന്റെ ചോദ്യം മിനിമം അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. 6 മാർക്ക് കളയുന്ന പോലെയാണ്. അത്രയും ചുരുങ്ങിയ പോർഷൻ പഠിച്ചിട്ട് 6 മാർക്ക് കിട്ടണമെങ്കിൽ നല്ലതല്ലാണ് മക്കളെ.
ഇനി വെരി മിനിമം നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ MTP യിലും RTP യിലും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ ടോപ്പിക് എന്നുള്ളത് എന്ത് ചെയ്യാൻ പഠിച്ചിട്ട് പോകും. ക്ലിയർ? അറ്റ്ലീസ്റ്റ് വെരി മിനിമം അത്രയെങ്കിലും ആ ടോപ്പിക്സ് നിങ്ങൾ ഇനി ചെയ്തിട്ട് പോകണം. അതുപോലും ചെയ്യാണ്ട് ഒരിക്കലും നിങ്ങൾ പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യവും നമ്മൾ റിവിഷൻ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. രജിത് അറേഞ്ചസ് ആൻ ഓപ്ഷൻ ടു സെയിൽ ആൻ ആന്റിക് വാൾ. ക്ലിയർ? ഓപ്ഷൻ സെയിൽ ആണ്. ആന്റിക് വാൾ ടു ദീപ ബീങ് വൺ ഓഫ് ദി ബിഡേഴ്സ് ഗിവ്സ് ദി ഹൈയസ്റ്റ് ബിഡ്. ദീപ ഹൈയസ്റ്റ് ബിഡ് ചെയ്ത് ലൈക്ക് അവർക്ക് കിട്ടി. ഓക്കെ, ഫോർ അനൗൺസിംഗ് ദി കംപ്ലീഷൻ ഓഫ് സ്കെയിൽ ദ ഓപ്ഷണർ എന്ത് ചെയ്തു? ഹാമർ ഫോളോ ചെയ്തു. പക്ഷെ അത് സഡൻലി ഹാമർ എന്ത് ചെയ്തു? ആ വാച്ചിനെ ഡാമേജ് ചെയ്തു. ആ ഹാമർ അടിച്ച സമയത്ത് ഡാമേജ് ചെയ്തു. ദീപക്ക് ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ഫെമിലിയർ അല്ലടാ, നിങ്ങൾ കണ്ടിട്ടില്ല ഈ ചോദ്യം. റിവിഷൻ സീരീസ് അറ്റൻഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ വർക്ക് ബുക്കിൽ ചെയ്തിട്ടുണ്ടാവും. അതിന് മുന്നേ ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് വേറെ ലൈക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടവരുണ്ടാവും. ക്ലിയർ? പറ, ഇവിടെ ദീപക് ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? പറ 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 വേഗം പറ, പെട്ടെന്ന് പറ. ദീപക് കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഓപ്ഷൻ സെയിലിന്റെ കേസിൽ എപ്പോഴാണ് സെയിൽ കംപ്ലീറ്റ് ആവുന്നത്? ഓപ്ഷൻ സെയിലിന്റെ കേസിൽ സെയിൽ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാ? സെയിൽ ഇസ് കംപ്ലീറ്റ് വെൻ ദി ഓപ്ഷനർ അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ബൈ ദി ഫോൾ ഓഫ് ദി ഹാമർ. അല്ലെ? ഹാമറിന് ലൈക്ക് ഫോളിന് ലൈക്ക് ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറി മാനറിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്ന സമയത്താണ് ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഹയസ്റ്റ് ബിഡ് കൊടുത്തു. ക്ലിയർ? പക്ഷെ ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അനൗൺസിംഗ് ദി കംപ്ലീഷൻ ഓഫ് സെയിൽ ഫോൾ ഓഫ് ഹാമർ ലൈക്ക് ടേബിളിൽ വരും. ഹാമർ ലൈക്ക് ക്ലോക്കിന് ഡാമേജ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെയിൽ ബൈ ഓപ്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹാമർ എന്ത് ചെയ്യണം? ലൈക്ക് നോർമൽ പൊസിഷനിലേക്ക് ടേബിളിൽ ഫോളോ ചെയ്തതിനു ശേഷം തിരിച്ചു വരണം. അപ്പൊ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇവിടെ സെയിൽ എന്തായിട്ടില്ല? കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീപക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോസസിനൊന്നും ലേബിൾ ആവില്ല. കോൺട്രാക്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഓപ്ഷൻ സെയിലിന്റെ കേസിൽ ഫോളോ ഓഫ് ഹാമർ വീണ് അത് തിരിച്ചു ബാക്ക് ടു നോർമൽ പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമാണ് എന്താവുന്നത്? സെയിൽ കംപ്ലീറ്റ് ആവുന്നത്. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഹാമർ ലൈക്ക് അടിച്ച സമയത്ത് ക്ലോക്ക് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലോസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബയ്യർ ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല. ലൈക്ക് ബയ്യറിന് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. എക്സ് കോൺട്രാക്ടഡ് ടു സെൽ ഹിസ് കാർ ടു വൈ. ദേ ഡിഡ് നോട്ട് ഡിസ്കസ് ദി പ്രൈസ് ഓഫ് ദി കാർ അറ്റ് ഓൾ. പ്രൈസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ അവര് കാർ സെയിൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. എന്നിട്ട് എക്സ് പിന്നീട് എന്ത് ചെയ്തു? റെഫ്യൂസ് ചെയ്തു ആ കാർ സെയിൽ ചെയ്യാൻ. ക്ലിയർ? എന്താ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന്റെ അൺസർട്ടൈനിറ്റി ആണ്. ക്ലിയർ? വൈന് കാർ ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചെറിയ ഒരു ചോദ്യമാണ്, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? പേയ്മെന്റ് ഓഫ് പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ്, സംശയമൊന്നുമില്ല, ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എ പ്രൈസ് എന്നുള്ളത് കോൺട്രാക്ട് ഓഫ് സെയിൽ കൃത്യമായിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. അല്ലെ? ട്രാൻസ്ഫർ അഗ്രീസ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ടു ദി ബയർ ഫോർ എ പ്രൈസ് എന്നല്ല നമ്മൾ ലാസ്റ്റ് ഫോർ എ പ്രൈസ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ if the parties totally ignore the question of price while making the contract, it will not become an uncertain and invalid agreement. അതുകൊണ്ട് ഒരിക്കലും ആ അഗ്രിമെന്റ് എന്താവുന്നില്ല, പ്രൈസ് എക്സാക്ട്ലി ഫിക്സ് ചെയ്യാത്തതിന്റെ പേരിൽ അഗ്രിമെന്റ് എന്താവുന്നില്ല? അൺസർട്ടൈൻ ആവുന്നില്ല, സോറി ഇൻവാലിഡ് ആവുന്നില്ല. ക്ലിയർ? അതൊരു വാലിഡ് കോൺട്രാക്ട് തന്നെയായിരിക്കും. ബയർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയർ ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ട് റീസണബിൾ പ്രൈസ് എന്ത് ചെയ്യണം? പേ ചെയ്യണമെന്നാണ് സെക്ഷൻ 9 സെക്ഷൻ 10 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ എക്സും വൈയും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ പ്രൈസ് ഫിക്സ് ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ എക്സ് എന്ത് ചെയ്യേണ്ടി വരും? ലൈക്ക് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ, ലൈക്ക് ആ ഒരു ഗ്രൗണ്ട് പറഞ്ഞു. പക്ഷെ വൈന് എന്ത് ചെയ്യാൻ പറ്റും? ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഗലി ആ ഗുഡ്സിന്റെ ഡെലിവറി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എക്സിന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ആ പ്രൈസിന് അൺസർട്ടൈനിറ്റി എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അവരൊറ്റ പർട്ടിക്കുലർ റീസൺ പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്ടിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? വൈന് എന്ത് ചെയ്യാം? ആ ഗുഡ്സിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡിമാൻഡ് ചെയ്യാം. എക്സിന് ചെയ്യാൻ പറ്റുന്ന, സെല്ലറിന് ചെയ്യാൻ പറ്റുന്ന എന്ത് മാത്രമാണ്? റീസണബിൾ പ്രൈസ് ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട്ണർ ഇൻഡീഡ് വിച്വലി എംബ്രൈസസ് ദ ക്യാരക്ടർ ഓഫ് ബോത്ത് എ പ്രിൻസിപ്പൽ ആൻഡ് എൻ ഏജന്റ്. ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ്മെന്റ് കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1930. പാർട്ട്ണർ ഒരു പ്രിൻസിപ്പളുമാണ് ഏജന്റുമാണ് അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നോക്കാം. ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഫേമിന്റെ ഏജന്റ് ആണ് അല്ലെ? ഫേമിന്റെ ബിസിനസ് പർപ്പസുകൾക്ക് വേണ്ടി, ഫോർ ദ പർപ്പസ് ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഫേം. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. സെക്ഷൻ 4 ആണ് പാർട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. തൊട്ട് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? This definition suggests that any of the partners can be the agent of the others. ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയുന്നത് എന്താ? ഏത് പാർട്ട്ണറിന് വേണമെങ്കിലും എന്ത് ചെയ്യാം?
മറ്റ് ലൈക്ക് പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആവാൻ പറ്റും അല്ലെ. അതുപോലെ സെക്ഷൻ 18 ക്ലാരിഫൈ ദി പൊസിഷൻ ബൈ പ്രൊവൈഡിംഗ് ദാറ്റ് സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് എ പാർട്ണർ ഈസ് ദി ഏജന്റ് ഓഫ് ദി ഫേം ഫോർ ദി പർപ്പസ് ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഫേം. ഫേമിന് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പാർട്ണർ എന്ന് പറയുന്ന ആരാണ്? ഫേമിന്റെ ഏജന്റ് ആണ്. ശരിയല്ലേ? ക്ലിയർ. രണ്ട് പൊസിഷന് വരുന്നുണ്ട്. പാർട്ണറിന്റെ പ്രിൻസിപ്പളുമാണ് ഏജന്റുമാണ്. ലൈക്ക് പാർട്ണർ സ്വന്തമായിട്ട് പാർട്ണർ മറ്റുള്ള ഏജന്റ് ചെയ്യുന്ന ആക്ടുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് പാർട്ണർ എന്താണ്? പ്രിൻസിപ്പൾ ആണ്. അതുപോലെ ഫേമിന് വേണ്ടി പാർട്ണർ ആക്ട് ചെയ്യുന്ന സമയത്ത് പാർട്ണർ ആരാണ്? ഏജന്റ് ആണ് അല്ലെ. ഇതിന്റെ ഒരു പ്രിൻസിപ്പൽ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് എ മിയർ ഏജന്റ്. ഒരു സാധാരണ ഏജന്റും പാർട്ണർഷിപ്പിലുള്ള ഒരു പാർട്ണർ എന്നുള്ള ഏജന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാരണം പാർട്ണർഷിപ്പിൽ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ണർഷിപ്പിന്റെ പ്രോപ്പർട്ടിയിലും അതിന്റെ ബിസിനസ്സിലും അതിന്റെ ലയബിലിറ്റീസിലും ഒക്കെ ആര് ഇൻവോൾവ് ആണ്? പാർട്ണർ ഇൻവോൾവ് ആണ്. യൂഷ്വലി ഒരു ഏജന്റിന്റെ കേസിൽ നോർമൽ ഏജൻസി റിലേഷൻഷിപ്പിൽ അത് ഉണ്ടാവില്ല. ക്ലിയർ? അതുകൊണ്ട് അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നോർമൽ ഏജന്റും ഒരു പാർട്ണർ ഏജന്റ് ആവുന്നതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? The rule that a partner is the agent of the firm for the purpose of the business of the firm cannot be applied to all transaction and dealing between the partners themselves. പാർട്ണർ എപ്പോഴാണ് ഏജന്റ് ആവുന്നത്? ഫേമിന്റെ ബിസിനസ് പർപ്പസുകൾക്ക് വേണ്ടിയാണ് അല്ലെ. അല്ലാണ്ട് അയാൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിന്റെ മേലെ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഫേം. ക്ലിയർ? It is applicable only to the act done by partners for the purpose of the business of the firm. ഫേമിന്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ആക്ട് പാർട്ണർ ചെയ്യുകയാണെങ്കിലും അവിടെ പാർട്ണർ ആരാണ്? ഒരു ഏജന്റ് ആയിട്ടാണ് വരും. ക്ലിയർ? ഓരോ പാർട്ണറും ലൈക്ക് ഫേമിന്റെയും മറ്റു പാർട്ട്നേഴ്സിന്റെയും എന്താണ്? ഏജന്റ് ആണ്. ക്ലിയർ? പ്രിൻസിപ്പൽ ഓരോ പാർട്ണറും എന്താണ്? പ്രിൻസിപ്പളുമാണ്, അതുപോലെ തന്നെ ഏജന്റുമാണ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ കൃത്യമായിട്ട് കണ്ടന്റ് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഇത് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോടാ? സ്റ്റേറ്റ് ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ഒന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ കണ്ട് ശീലമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ കമന്റിൽ. എവിടെയെങ്കിലും ഈ ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെ കണ്ടിട്ടുള്ളത്? പറ. MTP1 കണ്ടിട്ടുണ്ട്. MTP1 ക്വസ്റ്റ്യൻ നമ്പർ എത്രയാടാ? 6B ട്ടോ. 6B ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ഡിസ്കഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, എടുത്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ആരെങ്കിലും അത് കാണാത്തവരോ അല്ലെങ്കിൽ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് MTP1. അതിൽ 6th B ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത്. നമുക്കത് ഒഴിവാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ 6th ക്വസ്റ്റ്യനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൽ വീണ്ടും നമ്മൾ MTP1 ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ടെക്നിക്കലി 1-2 ചോദ്യങ്ങളോട് കൂടി നമ്മുടെ MTP3 ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യും? വൈൻഡപ്പ് ചെയ്യും. കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഒരു അല്പം പേഷ്യൻസോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇരിക്കുക. ഇനിയും ഇത് മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എഫക്റ്റീവ്ലി ചിലപ്പം മാനേജ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നത് ഇപ്പൊ തന്നെ അത് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ ഡ്രൂ എ ചെക്ക് ഇൻ ഫേവർ ഓഫ് സുരേന്ദർ. ശങ്കർ ഒരു ചെക്ക് ഡ്രോ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്തതിനു ശേഷം ശങ്കർ റിക്വസ്റ്റ് ചെയ്തു സുരേന്ദ്രന്റെ അടുത്ത് ആ പേയ്മെന്റിന് വേണ്ടി ആ ചെക്ക് എന്ത് ചെയ്തു? പ്രസന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ ബാങ്കിനും സ്റ്റോപ്പ് പേയ്മെന്റ് റിക്വസ്റ്റ് എന്ത് ചെയ്തു? കൊടുത്തു. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഇയാള് ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാർക്കിന്റെ ചോദ്യമാണ്. ക്ലിയർ? ഒഫൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 138 ആണ് ഇവിടെ വരിക. അത് ഇവിടെ അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തു? പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്ത് അതുപോലെ ബാങ്കിന് സ്റ്റോപ്പ് പേയ്മെന്റ് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷൻ 138 നോക്കുന്ന സമയത്ത് ഒരു പീനൽ പ്രൊവിഷൻ ആണ് അല്ലെ. ചെക്ക് ഡ്രോ ചെയ്തു അല്ലെ. ആര്? ഡ്രോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി ചെക്ക് ഡ്രോ ചെയ്തു. സ്വാഭാവികമായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ദ ഡിസ്ചാർജ് ഇൻ ഗോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഡെപ്റ്റ് ഓർ ലയബിലിറ്റി അല്ലെ. ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ചെക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളൊരു പ്രിസംപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? എന്നിട്ട് എന്തെങ്കിലും റീസൺ കാരണം ബാങ്ക് അത് പേ ചെയ്തില്ല, ഇൻസഫിഷ്യന്റ് ഫണ്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കുമായി അറേഞ്ച്മെന്റിന്റെ പേരിലുള്ള എക്സീഡ് ചെയ്യുന്ന എമൗണ്ട് ആയതിന്റെ പേരിലോ എന്തെങ്കിലും കാരണവശാല് അവിടെ ആ ചെക്ക് ഡിസോണർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സെക്ഷൻ 138 പ്രകാരമുള്ള ഓഫൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ 139 പ്രകാരമുള്ള ലാബിലിറ്റീസ് ഒക്കെ നമുക്കറിയാം. 2 years വരെയുള്ള ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ അതിന്റെ ഇൻവോൾവ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ട് വരെ പെനാൽറ്റി, രണ്ടും വരെ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാണ് അല്ലെ. അപ്പൊ ഇവിടെ 140 കൂടെ നമുക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് 140 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 അബ്സല്യൂട്ട് ലയബിലിറ്റി ഓഫ് ദി ഡ്രോയർ ഓഫ് ദി ചെക്ക് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 138 ഓഫ് ദി ആക്ട്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഷാൽ നോട്ട് ബി എ ഡിഫൻസ് ഇൻ എ പ്രോസിക്യൂഷൻ ഫോർ ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 138 that the drawer had no reason to believe when he issued the check that the check made may be
ഡിസോണേർഡ് ഓൺ പ്രസന്റ്മെന്റ് ഫോർ ദ റീസൺ സ്റ്റേറ്റഡ് ഇൻ ദാറ്റ് സെക്ഷൻ. ഒരിക്കലും ഈ ഒരു പർട്ടിക്കുലർ റീസൺ സെക്ഷൻ 140 പ്രകാരം പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചെക്ക് കൊടുത്തത് എനിക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അത് ബൗൺസ് ആവുന്ന അല്ലെങ്കിൽ ഡിസോണർ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, അതിൽ പേയ്മെന്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇങ്ങനെയുള്ള ഒരു ഡിഫൻസും കോർട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് സെക്ഷൻ 140 പറയുന്നത്. ക്ലിയർ? അക്കോർഡിംഗ്ലി ഇവിടെ ശങ്കർ എന്ത് ചെയ്തു? സ്റ്റോപ്പ് പേയ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തത്. ക്ലിയർ? അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പറയുന്ന പ്രൊവിഷനിൽ നിന്നും അയാൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് എസ്കേപ്പ് ആവാൻ അയാളെ ഹെൽപ്പ് ചെയ്യില്ല. അക്കോർഡിംഗ് ടു ആക്ട് ഓഫ് ശങ്കർ, ദാറ്റ് ഈസ് ഹിസ് റിക്വസ്റ്റ് ടു സ്റ്റോപ്പ് പേയ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒഫൻസ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1882. അത് ഒഫൻസിന് ആ ഒരു ലൈക്ക് ചെക്ക് കൊടുത്തതിന് ശേഷം സ്റ്റോപ്പ് പേയ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഒഫൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അതെന്ത് തന്നെയാണ്, ഒഫൻസ് തന്നെയാണെന്നാണ് നമ്മുടെ നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പറയുന്നത്. ക്ലിയർ? കൺഫ്യൂഷൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഡിഫൈൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് contract of guarantee and state the condition when guarantee is considered invalid. Contract of guarantee ഡിഫൈൻ ചെയ്യുക, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഡിഫൈൻ ചെയ്യുക, അതുപോലെ ഗ്യാരണ്ടി ഇൻവാലിഡ് ആവുന്ന കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചെറിയ ചോദ്യം, ചെറിയ ലൈക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല, സ്പെഷ്യൽ കോൺട്രാക്ട് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, പഠിച്ചിട്ട് പോകണ മക്കളെ. സ്പെഷ്യൽ കോൺട്രാക്ട് ഒക്കെ പുതിയ ടോപ്പിക്കാണ്. RTP MTP ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് caused to him by the conduct of the promiser himself or the conduct of any person is called a contract of indemnity. A contract by which one party promises to save the other from ലോസ് കോസ്റ്റ് ലൈക്ക് പ്രോമിസർ ഹിംസെൽഫ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈക്ക് കണ്ടക്ടുകാരൻ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഡെംനിഫൈ ചെയ്തു തരാം അല്ലെ, ടു സേവ് അതർ ഫ്രം ദി ലോസ്. ഇൻഡെംനിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടു മേക്ക് ദി ലോസ് അല്ലെ, നഷ്ടം നികത്തി കൊടുക്കുക എന്നൊക്കെ പറയില്ല. അതിന് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അതേസമയം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താ, കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് മെയ്ഡ് ഓർ ഡിസ്ചാർജ് ലയബിലിറ്റി incurred by a third person in case of his default. അയാളുടെ ഡിഫോൾട്ടിൽ ഞാൻ എന്ത് ചെയ്യാം, അത് പേ ചെയ്യാം, അല്ലെങ്കിൽ ആ ലയബിലിറ്റി ഞാൻ എന്ത് ചെയ്യാം, ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പെർഫോമൻസ് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേയ്മെന്റ് ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രോമിസ് ചെയ്യുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. The conditions under which the guarantee is invalid or void is provided in section 142, 143, 144 of the Indian Contract Act 1872. Clear? എപ്പോഴൊക്കെയാണ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആവുന്നുള്ള സിറ്റുവേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ, ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തത് മിസ്റെപ്രസെന്റേഷനിലൂടെയാണെന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തത് മിസ്റെപ്രസെന്റേഷനിലൂടെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി എന്താണ്, ഇൻവാലിഡ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്തു, സൈലൻസ് കീപ്പ് ചെയ്തു, പറഞ്ഞില്ല. ക്ലിയർ? അത്തരം അങ്ങനെയാണ് ഗ്യാരണ്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലും ഗ്യാരണ്ടി എന്തായി പോകും, ഇൻവാലിഡ് ആയി പോകും. When a contract of guarantee is entered into on the condition that the creditor shall not act upon it until another person has joined in as co-surety and that the other party fails to join as such. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു co-surety പറഞ്ഞു വേറൊരാളും കൂടെ ഇതിൽ ജോയിൻ ചെയ്യാനുണ്ട്, അയാളും കൂടെ co-surety ആയിട്ട് ജോയിൻ ചെയ്താൽ മാത്രം ഞാൻ എന്താവുള്ളൂ, ക്രെഡിറ്റിലേക്ക് ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ ആ ഒരു പേഴ്സൺ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും. ഈ 3 സർക്കംസ്റ്റാൻസസ് ആണ് ഇതിൽ വരുന്ന മക്കളെ. അടിപൊളി ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. എളുപ്പമാണ്, ലൈക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇൻഡെംനിറ്റിയുടെ ലൈക്ക് പ്രൊവിഷൻ, ഗ്യാരണ്ടിയുടെ പ്രൊവിഷൻ, അതിനെ ഇൻവാലിഡ് ആക്കുന്ന 3 സിറ്റുവേഷൻസ്. ക്ലിയർ? സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലടാ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 6th C1. State the various essential elements involved in the sale of unascertained goods and their appropriation as per the Sale of Goods Act 1930. ഈ ചോദ്യം ഇവിടെ കണ്ടു പരിചയമുണ്ടോടാ? പരിചയമുള്ള ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഈ ചോദ്യം ഇവിടെ കണ്ടു പരിചയമുണ്ടോ? ഈ ചോദ്യവും വന്നിട്ടുള്ളത് എവിടെയാണ്? MTP 1 ഇതിലാണ് MTP 1. ഈ സെയിം ചോദ്യം MTP 1 6th C ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ക്ലിയർ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എളുപ്പമുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ആരെങ്കിലും സംശയമുള്ളവർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വാച്ച് ചെയ്യണമെങ്കിൽ വാച്ച് ചെയ്യാം. ക്ലിയർ? അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ഓഫ്. ക്ലിയർ? ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മാത്രം മതി. വെൻ വി ആർ ഗോയിങ് ഓൺ ടു ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, റിവിഷന്റെ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓഫ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ്
ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ആഫ്റ്റർ ദി അഗ്രിമെന്റ് ടു സെൽ അണ്ടർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ആണ് ഇവിടെ സിറ്റുവേഷൻ. ഒന്നുകിൽ ബിഫോർ ലൈക്ക് മേക്കിംഗ് ദി കോൺട്രാക്ട്, അതുപോലെ ആഫ്റ്റർ അഗ്രിമെന്റ് ടു സെൽ. ക്ലിയർ? ഡിസ്കഷൻ വരുന്ന സെക്ഷൻ 7 സെക്ഷൻ 8 വളരെ എളുപ്പമുള്ള സിമ്പിൾ ചോദ്യം. ക്ലിയർ? ഇതുപോലെ എഴുതാൻ പറ്റിയാൽ മാത്രം മതി. ഭയങ്കര എളുപ്പമുള്ള സിമ്പിൾ ചോദ്യം, 3 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ക്ലിയർ? ഫോർ സിറ്റുവേഷൻ ഗുഡ്സ് പെരിഷിംഗ് ബിഫോർ മേക്കിംഗ് ഓഫ് കോൺട്രാക്ട്, സെക്ഷൻ 7 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. Okay. In accordance with the provisions of the Sale of Goods Act 1930 as contained in section 7, a contract for the sale of specific goods is void if at the time when the contract was made the goods without the knowledge of the seller perished or becomes so damaged as no longer to answer to their description in the contract. When the contract is void ab initio. Clear? കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗുഡ്സ് എന്തായി പോയിട്ടുണ്ട്, സെല്ലറുടെ നോളജ് ഇല്ലാതെ, അറിവൊന്നും ഇല്ലാതെ തന്നെ ഗുഡ്സ് എന്തായി പോയിട്ടുണ്ട്, പെരിഷായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്ക്രിപ്ഷനിലെ ഗുഡ്സ് ഒന്നും അല്ല. ഒരു 100 കിലോ തക്കാളി ഞാൻ എന്റെ ഫ്രണ്ടിന് സെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്ലിയർ? ഞാൻ എന്റെ ലൈക്ക് 100 കിലോ തക്കാളി എന്റെ ഫ്രണ്ടിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ സെയിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തായി പോയിട്ടുണ്ട്, ഡാമേജ് ആയി പോയിട്ടുണ്ട്, പെരിഷ്ഡ് ആയി പോയിട്ടുണ്ട്. ക്ലിയർ? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് സെക്ഷൻ 7 പ്രകാരം ആ കോൺട്രാക്ട് തുടക്കം മുതൽ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് നടന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറയാം. വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ഓക്കെ? വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ഓക്കെ? സെക്ഷൻ 8 എന്താ സിറ്റുവേഷൻ വരുന്നത്, ബിഫോർ സെയിൽ ബട്ട് ആഫ്റ്റർ അഗ്രിമെന്റ് സെയിൽ. ക്ലിയർ? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിനു ശേഷം ഗുഡ്സ് ലൈക്ക് ഡിസ്ട്രക്ഷൻ സംബന്ധിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ദർ ഇസ് എൻ അഗ്രിമെന്റ് ടു സെൽ സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സബ്സിക്വന്റ്ലി ഗുഡ്സ് എന്തായി പോയി, ബയറുടെ അല്ലെങ്കിൽ സെല്ലറുടെ ഫോൾട്ട് ഒന്നും ഇല്ലാതെ എന്തായി പോയി, പെരിഷായി പോയി, അല്ലെങ്കിൽ ഡാമേജ് ആയി പോയി. ആസ് നോ ടു ആൻസർ ദ ഡിസ്ക്രിപ്ഷൻ. ക്ലിയർ? ഡിസ്ക്രിപ്ഷനിലേക്ക് ഭയങ്കര ഡാമേജ് ആയി പോയിട്ടുണ്ട്. ക്ലിയർ? ബയറിലേക്ക് റിസ്ക് പാസ് ആവുന്നതിനൊക്കെ മുന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോ ആ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റും, like we can avoid it, which means a contract എന്തായി പോയി, that contract becomes void contract ആണ്. void agreement അല്ല, void contract ആണ്. initially it was എന്തായിരുന്നു, valid ആയിരുന്നു, പിന്നീട് എന്തായി മാറി, it became ceases to be enforceable by law. അതെന്തായി മാറി, initially possible ആയിരുന്നു, പിന്നീട് destruction of specific goods കാരണം എന്തായി, void ആയി മാറി. ക്ലിയർ? void contract ആണ് സെക്ഷൻ 8. ഓക്കെ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് MTP 3യുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എക്സാമിലേക്ക് പോകുന്ന സമയത്ത് ക്ലിയർ, ജനറൽ ആയിട്ട് നിങ്ങളുടെ ഈ ലൈക്ക് പെന്ന് ലൈക്ക് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നതിനെ പറ്റിയുള്ള ഒരു ലൈക്ക് പോസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഹാൾ ടിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? ഒരു ചോദ്യത്തിന് ഒരു മാർക്കിൽ നമ്മൾ കാണേണ്ട സമയം മാക്സിമം 1.5 മിനിറ്റ് ആണ്. ക്ലിയർ? നിങ്ങൾ അത് അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വരും, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 1.5 മിനിറ്റ്. 4 മാർക്കിന്റെ ചോദ്യം ചെയ്താൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ള മാക്സിമം സമയം എന്ന് പറയുന്നത് എത്രയാണ്, 6 മിനിറ്റ് ആയിരിക്കണം. അത് തന്നെ ഒരു 8 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ മാക്സിമം 12 മിനിറ്റ്. ആ 8 മാർക്കിന്റെ ചോദ്യം ചെയ്താൽ നിങ്ങൾ 15-20 മിനിറ്റ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ടൈമിന് അത് ഭയങ്കര സീരിയസ് ആയിട്ട് എഫക്ട് ആവും. നിങ്ങൾക്ക് ഒരിക്കലും 100 മാർക്സിന് എഴുതാൻ പറ്റില്ല. 100 മാർക്കിന് നിങ്ങൾ ആദ്യമായിട്ട് ലൈക്ക് ലോന്റെ എക്സാം എഴുതുന്ന ആദ്യത്തെ അറ്റംപ്റ്റ് ആണിത്. ക്ലിയർ? അപ്പൊ പലരും ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ടൈമിന്റെ എഫക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോ അതിലേക്ക് പോവാതിരിക്കും. ഇപ്പോ അക്കൗണ്ട്സിന് എക്സാം കഴിയുന്ന സമയത്ത് കുട്ടികൾ ലൈക്ക് ഈ ടൈം ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോ അങ്ങനെ പറയുന്നതിൽ എനിക്ക് അവരുടെ അടുത്ത് ഞാൻ റിഫ്ലക്സ് ആയിട്ട് എന്റെ ഭാഗത്ത് നിന്നുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സിന്റെ വിഷയത്തിൽ ആ ടൈമിന്റെ ഇഷ്യൂ യൂഷ്വൽ ആണ്, സാധാരണഗതിയിൽ നോർമലി വരാറുള്ളൊരു സംഭവമാണ് ആ ടൈമിന്റെ ഇഷ്യൂ. ക്ലിയർ? അത് നിങ്ങൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത് പോകണമെന്ന് പറയാം. ടൈം ഇഷ്യൂ നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങിയതിന് ശേഷം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയാൻ നിൽക്കരുത്. ക്ലിയർ? ഞാൻ സ്റ്റുഡൻസിന് അടുത്ത് പറയാം, ആരും ഒരിക്കലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കയറും എല്ലാവർക്കും അഡീഷണൽ ഹാഫ് ആൻ അവർ തന്നിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ സിറ്റുവേഷൻ എന്തായാലും വരാൻ പോകുന്നില്ല. കയറുന്നതിന് മുന്നേ നമുക്കറിയാം 3 മണിക്കൂറാണ് എക്സാം. അല്ലെ? 3 മണിക്കൂറാണ് എക്സാം ഉള്ളത്, 100 മാർക്കിനാണ് ചോദ്യങ്ങളുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ വൃത്തിക്ക് പ്ലാൻ ചെയ്തിട്ട് പോകണം. ലെങ്തി പേപ്പർ ഒക്കെ വരും, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത 100 മാർക്കിന് എഴുതി തീർക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഈ ഒരു ടൈം മാക്സിമം മാനേജ് ചെയ്ത് കീപ്പ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 1 അവർ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു 35 മാർക്കിനൊക്കെ എഴുതി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ക്ലിയർ? അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് അവറിൽ ഒന്നും കൂടെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ എപ്പോഴും ആദ്യം നല്ല കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ആൻസർ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് ആദ്യം പ്രൊവിഷൻ ചെയ്ത് അതിന്റെ ഫാക്ട് ചെയ്ത് പിന്നെ അതിന്റെ കൺക്ലൂഷൻ ചെയ്ത് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക.
പോയിന്റ് ബൈ പോയിന്റ് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതാം. നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളത് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ എങ്ങനെ എഴുതുന്നതാണ്, പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുന്നത് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാമിന് പോവുക. അതുപോലെ പുതിയ ടോപ്പിക്കുകളുടെ കേസിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതുപോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്ടിന്റെ ഏരിയസിന്റെ കേസിൽ നിർബന്ധമായിട്ടും ലേറ്റസ്റ്റ് 3 MTPകളും RTPകളും എല്ലാം ഡിസ്കസ് ചെയ്ത്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാം പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യരുത്. ഒരു കാരണവശാലും അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാതെ പോകരുത്. അത് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം നല്ല മാർക്കിനുള്ള ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. ക്ലിയർ? ഒരു ചാപ്റ്ററും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾ വേണ്ട അറ്റൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിന് വേണ്ടി ഈ ലിമിറ്റഡ് ടൈം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് MTPസും അതുപോലെ തന്നെ RTP ഇതുപോലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നതാണ്. പ്രീവിയസ് MTP ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ്. ഇനി അത് നിങ്ങൾക്ക് ലൈക്ക് പേജ് ബൈ പേജ് എടുത്ത് പോലേക്ക് ഓരോന്നോരോന്നിലേക്ക് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ടൈം എടുക്കും. അവിടെ ടൈം സേവ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് റെഫർ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് 1.5 2 സ്പീഡിലോ ഒക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ക്ലിയർ? എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ സെഷൻസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രശ്നമില്ല, ആരും ഇതിലേക്ക് എന്ത് ചെയ്യേണ്ട, വെറുതെ ഇനിയും ടൈം വേസ്റ്റ് ചെയ്യേണ്ടതില്ല. ചെയ്തിട്ടില്ലെങ്കിൽ മിനിമം ഈ വീഡിയോസ് എങ്കിലും വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ ലോന്റെ കേസിൽ നിന്നല്ല, എല്ലാ സബ്ജക്റ്റുകളും ഇനി വരാൻ പോകുന്ന എക്കണോമിക്സിലൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എല്ലാം MTPയും എല്ലാ RTP ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി. കാരണം 1.5 മണിക്കൂറിന്റെ ഒക്കെ സെഷൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 2 നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ കുറേ സമയം കൊണ്ട് നിങ്ങൾ 3 MTPയും അതുപോലെ RTPക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഐ തിങ്ക് എനിക്ക് ഒന്ന് എൻഡിങ്ങിലേക്ക് എത്തിയ സമയത്താണ് കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളത് തോന്നുന്നുണ്ട്. എന്തായാലും ലൈവിൽ വാച്ച് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിർബന്ധമായിട്ടും MTP 3 സെഷൻ മസ്റ്റ് ആയിട്ട് കാണണമെന്ന് പറയണം. ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും വാച്ച് ചെയ്യണമെന്ന് പറയണം. ഓക്കെ, റട്ടിഫിക്കേഷൻ ഓഫ് ഏജൻസി ലൈക്ക് ഈ പർട്ടിക്കുലർ MTP 3യുമായി കൺസിഡർ ചെയ്തിട്ടുള്ള അല്ല, വെറുതെ പേഴ്സണൽ ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു കോൺടാക്ട് മീ പേഴ്സണലി. ഓക്കെ, നിങ്ങളൊന്ന് പേഴ്സണലി നിങ്ങൾ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കിട്ടും, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ സൈലേഷൻ എന്തൊരു ഡൗട്ട് ഉണ്ട്, സൈലേഷൻ എന്ത് ചെയ്യാം, പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ, ഐ തിങ്ക് തിങ്സ് ആർ ക്ലിയർ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ്. ഇന്നത്തെ സെഷനിൽ നമ്മുടെ മുന്നത്തെ സെഷനിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ ചിലർക്ക് ക്ലാരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പിന്നെ റെക്കോർഡ് കാണുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക. നമുക്ക് ലോയിൽ 90+ എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അത് ഒരുപാട് പേരെ അടുത്ത് പ്രോമിസ് ചെയ്ത് പോയ ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം, ആ മാർക്ക് നിർബന്ധമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്ത് കൊണ്ടുതരണം. ഓക്കെ, നമുക്ക് എക്കണോമിക്സിലും അക്കൗണ്ട്സിലും QAലും മാത്രം 90+ പോരാ, നമുക്ക് എന്തെങ്കിലും വേണം, ലോയിലും 90+ വേണം. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഡേയ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, മാക്സിമം പെട്ടെന്ന് തന്നെ ഞാൻ അത് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.